Hello friends, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ചാർട്ടൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡുകൾ എടുത്തിരുന്നോ? കഴിഞ്ഞ ദിവസം ആരെങ്കിലും എടുത്തിരുന്നോ? എന്താണ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ടിരുന്ന ലെവൽസുകൾ നോക്കിയിരുന്നോ? ആരെങ്കിലും അതിൽ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നോ? എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ടുള്ള ലെവൽസുകൾ ആരെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ടുണ്ടായ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസും ആണ് അല്ലേ? ഈ ഒരു റെസിസ്റ്റൻസ് ആണ് വരച്ചിട്ടുണ്ടായത് 23,450 ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ വരച്ചിട്ടുണ്ടായത്. നിഫ്റ്റി സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് മേലെ വരച്ചിട്ടുണ്ടായത്. അതുപോലെ താഴെ വരച്ചിട്ടുണ്ടായത് ഈ ഒരു സപ്പോർട്ടാണ് അല്ലേ? 10-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം ഇവിടത്തെ ഇപ്പോഴാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതിനുശേഷം നമ്മൾ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് പുട്ട് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ നിന്നിട്ട് തന്നെയാണ് ഫോർച്ചുനേറ്റ്ലി ഇന്നലെ മിനിഞ്ഞാന്ന് വലിയൊരു റാലി താഴത്തേക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും എടുത്തിരുന്നോ? അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടിരുന്നതാണ്. ഇവിടെ എത്തുമ്പോൾ ഷോർട്ട് ചെയ്യാനും ഇവിടെ എത്തുമ്പോൾ ലോങ് ചെയ്യാനും. അതിനുശേഷം ഇന്നലെ രാവിലെ വീണ്ടും നമ്മൾ വരച്ചിട്ട് ആ സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കയറിയത് അല്ലേ? മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കയറിയത്. പക്ഷെ നമ്മൾ ഇവിടെ പറയാറുണ്ട്, ആദ്യത്തെ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യരുത്, ഒരു 1/4 മണിക്കൂർ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അല്ലേ? അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് സ്റ്റേബിൾ ആയതിനു ശേഷം ഇതുപോലെ വീണ്ടും പുൾ ബാക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി പുതിയൊരു ഹൈ ഉണ്ടാക്കി വീണ്ടും പുൾ ബാക്ക് വരുന്ന സമയത്ത് ഈ ഒരു റിവേഴ്സൽ മോർണിംഗ് സ്റ്റാർ പാറ്റേണിലൊക്കെ നമുക്ക് ബൈ ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 10 മണി എന്ന് പറയുന്നത് ഇവിടേക്കാണ് അല്ലേ? 10 മണിക്ക് ശേഷമൊക്കെ നമുക്ക് ബൈ ചെയ്യണതായിരിക്കും ബെറ്റർ. ഓക്കെ, ആരെങ്കിലും എടുത്തിരുന്ന ട്രേഡുകൾ? ഇതാരെങ്കിലും നോട്ട് ചെയ്തിരുന്ന? പേപ്പർ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? ആ, പേപ്പർ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? നമ്മുടെ ക്ലാസ് വെച്ചിരുന്ന ദിവസമാണോ? അല്ല, മിനിഞ്ഞാന്ന് എടുത്തത്. മിനിഞ്ഞാന്ന് എവിടെയാണ് നമ്മൾ ആ വരച്ചിട്ട് തന്നെയാണോ സെല് ചെയ്തത്? പിന്നെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ടെൻഷൻ കാരണം പെട്ടെന്ന് വിഡ്രോ ചെയ്തു അല്ലേ? വിഡ്രോ ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം ഇങ്ങനെ വലിയൊരു റാലി ആയിരുന്നു അല്ലേ? നമുക്ക് വിഡ്രോ ചെയ്യാൻ തോന്നാത്ത തരത്തിലുള്ള സ്മൂത്ത് റാലി ആയിരുന്നു.
അത് ആദ്യമേ ചെയ്യുമ്പോ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോ പൈസ പോയി ഒരു ഇതുള്ളത് കൊണ്ടേ. അപ്പൊ ഏകദേശം ഏതൊരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 5 മിനിറ്റില് ആണോ നോക്കിയേ, 1 മിനിറ്റിലാണോ? 1 മിനിറ്റിലാ നോക്കിയത്. 1 മിനിറ്റിലാണ് നോക്കിയത്. ഓക്കെ. അപ്പൊ ഏകദേശം ഈ ഒരു സോണിൽ നിന്ന് തന്നെ തിരിച്ചപ്പ് എടുക്കാൻ പറ്റിയിരുന്നോ? ഞാൻ കുറച്ച് ലേറ്റ് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് എടുത്തത്. രണ്ടാമത് ഒന്ന് കയറി വന്നിട്ട് താഴുമ്പോഴാണ്. ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്താണോ? അങ്ങനെ കൃത്യമായിട്ട് വെച്ച് ഞാൻ ഓർക്കണില്ല. പക്ഷെ ഏകദേശം കേറിയതിന് ശേഷം രണ്ടാമത് വന്നിട്ട് വരുമ്പോഴെടുത്ത് ഒന്നുകൂടെ കുറഞ്ഞതിന് ശേഷം എടുത്ത്. അപ്പൊ കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് ഒക്കെ വെച്ചിട്ടല്ലേ ട്രേഡ് ചെയ്യുന്നത്? അതായത് ഇതിന് മേലെ സ്റ്റോപ്പ് ലോസും 1-ന് 2 റിസ്ക് റിവാർഡ് എടുക്കാൻ നോക്കുന്നില്ലേ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തപ്പോഴേ ഒരുപാട് അങ്ങനെ. പിന്നെ ഇത് നമ്മള് ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്രീമിയം വെക്കണോ അതോ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കണം. അത് നമ്മുടെ മനസ്സിലായിരിക്കണം, അല്ലെങ്കിൽ ചാർട്ടിലായിരിക്കണം എന്ന് മാത്രം. നമ്മൾ ഇൻഡെക്സിൽ ഓപ്ഷൻസിൽ വെക്കണ്ട, പ്രീമിയത്തിൽ വെക്കണ്ട, നമ്മൾ നിഫ്റ്റിയിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാർഗറ്റ് അടിക്കുമ്പോൾ അവിടെ കട്ട് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചൊന്ന് കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ കട്ടായി പോകും. വെക്കുകയാണെങ്കിൽ തന്നെ ഒരു ബഫർ ഇട്ട് വെക്കുക. തൊട്ട് മേലെ കൊണ്ട് വെക്കാതെ കുറച്ച് ബഫർ ഇട്ട് വെക്കുക. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ കൃത്യമായിട്ടൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ നമ്മൾ പഠിച്ചതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ നോക്കണ്ട. ഹൈക്കനാഷി റെഡ് ആയാലും നമുക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ പോലെ പരിഗണിക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോണിൽ എത്തിയതിന് ശേഷം ഹൈക്കനാഷി റെഡ് ആവുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ആ ഹൈ, അതിൽ കുറച്ചൊരു ബഫർ ഇട്ട് മേലെ. അപ്പോൾ പ്രീവിയസ് ഹൈയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഹൈയും അതിലേതിലാണ് ടോപ്പിൽ നിൽക്കുന്നത് അതിൽ മേലെ. ടാർഗറ്റ് നമുക്ക് അറിയില്ലല്ലോ എത്രമാത്രം താഴത്തേക്ക് വരും, നമുക്ക് അറിയില്ല. അപ്പോൾ ഒന്നിലേക്ക് നമുക്ക് 1:2 കറക്റ്റായിട്ട് എടുത്തു പോവാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈക്കനാഷി തന്നെ ഗ്രീൻ ആവുകയാണെങ്കിൽ മാത്രം ക്വിറ്റ് ചെയ്യാം. 5 മിനിറ്റിൽ ഹൈക്കനാഷി വന്ന് ഗ്രീൻ ആവുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റാലി കിട്ടുകയാണെങ്കിൽ പലപ്പോഴും ഹൈക്കനാഷി ഗ്രീൻ ആവാറില്ല. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് ഹൈക്കനാഷി ഗ്രീൻ ആയി കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യരുത്. മിനിമം 1:2 കഴിഞ്ഞതിന് ശേഷം ഹൈക്കനാഷി ഗ്രീൻ ആയാൽ, ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഇവിടുന്ന് പുൾ ബാക്ക് എടുത്തിരുന്നെങ്കിൽ ഇവിടെ ക്വിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ 1:2 ശേഷം എപ്പോഴാണോ ഹൈക്കനാഷി തിരിയുന്നത് അപ്പോൾ ക്വിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇന്നലത്തെ ട്രേഡും ഇതുപോലെ തന്നെയാണ് അല്ലേ? ഈ സോണിൽ നിന്ന് വീണ്ടും ഹൈക്കനാഷി ഗ്രീൻ ആകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അല്ലേ? ഒരു ബുള്ളിഷ് ഹാമർ എന്ന് പറയാൻ ജസ്റ്റ് പറ്റും അല്ലേ? ശരിക്കും നല്ലൊരു ബുള്ളിഷ് ഹാമർ എന്ന് പറയുകയാണെങ്കിൽ ബോഡിയുടെ 3 ഇരട്ടി വാല്, മൂക്കിന്റെ 3 ഇരട്ടി വാല് എന്നാണ് കണക്ക്. എന്നാലും കുഴപ്പമില്ല, ഒരു ഇരട്ടി വാലുണ്ട് അല്ലേ? ഇറ്റ്സ് ഓക്കെ. പറഞ്ഞു. ഹൈക്കനാഷി എന്ന് പറയുന്ന ക്യാൻഡിലിന്റെ സംഭവല്ലേ, അത് ആദ്യമായിട്ട് അതെങ്ങനെ ആക്കുന്നേന്ന് പറഞ്ഞുതരാമോ? ഹൈക്കനാഷി എന്ന് പറയുന്നത് ഒരു ചാർട്ട് ടൈപ്പ് ആണ്. ജസ്റ്റ് നമ്മുടെ ക്യാൻഡിൽ നമുക്ക് ചിലപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാനായിട്ടേ, ഇപ്പൊ നമ്മള് എടുത്ത് നോക്കുമ്പോ അതെങ്ങനെ കൺഫർമേഷൻ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവണില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇവിടെ ട്രേഡിംഗ് വ്യൂവിന്റെ ടോപ്പില് നിങ്ങൾ ചാർട്ട് ടൈപ്സുകൾ പഠിച്ചിരുന്നില്ലേ? പലതരം ചാർട്ടുകൾ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഹൈക്കനാഷി ഒരു മനസ്സിലായി. അതല്ല, ഇപ്പൊ സാറ് വരച്ച അവിടെ നിന്ന് പുസ്ത നമ്മൾ എടുക്കാൻ കൺഫേം ചെയ്യാൻ ചോദിക്കും. അപ്പൊ അവിടെ ഇപ്പൊ റെഡ് അത് നമുക്ക് മേളുന്ന അപ്പൊ ഗ്രീൻ അത്രയായി. അപ്പൊ ആ റെഡ് വരുമ്പോഴാണോ എങ്ങനെ അവിടെ? അതെ, ആ റെഡ് വരുമ്പോ, റെഡ് ഇപ്പൊ ഒരു ഹൈഫൺ പോലെ വന്നിട്ട് കാര്യമില്ല. ഈ റെഡ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. എൻഗൾഫ് ചെയ്യണം താഴത്തേക്ക്. ബാരിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതുപോലെ എൻഗൾഫ് ചെയ്യണം. അപ്പൊ ഒരു ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്യണം. ഇവിടത്തെ കേസ് ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെയാണെങ്കിൽ. അപ്പൊ ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടില്ല, സെക്കൻഡ് ക്യാൻഡിൽ ആണ് എൻഗൾഫ് ചെയ്തത്.
ഇത് ചെയ്തിട്ടുണ്ടെന്നല്ലേ ആ അങ്ങനെയൊക്കെ. അതെ അതെ. ഇപ്പൊ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് തിരിഞ്ഞു എന്ന് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ലേറ്റസ്റ്റ് ഉണ്ടാവുന്ന റെഡ് ഹൈക്കനാഷി ക്യാൻഡില് ഏറ്റവും അവസാനം മുകളിലേക്ക് പോയ ഗ്രീൻ ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റണം. അതായത് ഇതിന് താഴെ ക്ലോസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് കൂട്ടാം. ഇനി ഇവിടെ ഫോർ ലൈക്ക് എക്സാമ്പിൾ ഈ നമ്മള് എൻട്രി എടുത്തിട്ട് ലൈക്ക് മേളിന്ന് എൻട്രി എടുക്കണ്ടേ? അതെ, മേളിൽ നിന്ന് പുട്ട് എൻട്രി എടുക്കുന്നു. എടുക്കുന്നു. അപ്പൊ നമ്മൾ എന്നിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റ് അവിടെ കൺഫർമേഷൻ എത്തുമ്പോൾ വേണ്ടി എടുക്കരുത്. മാർക്കറ്റ് അവിടെ എത്തിയതിനു ശേഷം റിവേഴ്സ് ചെയ്തതിന് ശേഷം അല്ലെ മാത്രമാണ് ട്രേഡ് അപ്പൊ എടുക്കുക. ഈ അപ്പൊ ഈ ക്യാൻഡിൽ ക്ലോസിലാണോ എടുക്കുന്നത്? ആ ഈ ലൈക്ക് ആ ക്യാൻഡിൽ റെഡ് ക്ലോസ് അതെ അതെ, ആ എൻഗൾഫ് ചെയ്യുന്ന ആ ക്യാൻഡിൽ ക്ലോസിന് വേണം അടുത്ത ക്ലോസിലാണ് ക്യാൻഡിൽ അടുത്ത വരുമ്പോഴേക്കും ക്യാൻഡിലിന്റെ എടുക്കുക. ഓപ്പണിൽ അല്ലെ, ഇതിന്റെ ക്ലോസ് ആണ് ഇതിന്റെ ആ ഓപ്പൺ. അപ്പൊ ആ ഒരു 1-2 മിനിറ്റിനുള്ളിൽ ട്രേഡ് എടുക്കുക. അത് ചിലപ്പോൾ ഇവിടെ ആവാം നമുക്ക് കിട്ടാം, ചിലപ്പോൾ ഇവിടെ ആവാം നമുക്ക് അപ്പൊ കിട്ടാം. ഇങ്ങനെ ചെയ്യാലോ, ലൈക്ക് ഈ ക്യാൻഡില് ഉം. ഇപ്പൊ 5 മിനിറ്റ്സ് ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റിലോട്ട് ഇട്ടിട്ട് അവിടെ എൻട്രി എടുക്കാം. എടുക്കാം. ഇത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആയി അല്ലെ, അതിന് മുമ്പത്തെ ക്യാൻഡിൽ ക്ലോസ് ആയി, അപ്പൊ നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ നമ്മൾ വീണ്ടും 1 മിനിറ്റ് നോക്കണമെന്നില്ല. ഇനി 1 മിനിറ്റിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാലും മതി അല്ലെ. 1 മിനിറ്റിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്തോ ടെൻഷൻ കൊണ്ട് നോക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ തെറ്റരുത്, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ 1 മിനിറ്റ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ സ്ട്രക്ചർ ബ്രേക്ക് ആവണം. അപ്പൊ അത് 5 മിനിറ്റിൽ നോക്കരുത്, 1 മിനിറ്റിലാണ് നോക്കേണ്ടത്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് 1 മിനിറ്റിലാണ് നോക്കേണ്ടത്. കാൻഡിൽസ്റ്റിക്കും ഹൈക്കനാഷി ഒന്നും 1 മിനിറ്റിൽ നോക്കരുത്, 5 മിനിറ്റിലാണ് നോക്കേണ്ടത്. കാരണം 1 മിനിറ്റിൽ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തെറ്റായ സിഗ്നൽസ് കിട്ടും അല്ലെ. അപ്പോൾ ഒരു 5 മിനിറ്റിലാണ് ഹൈക്കനാഷി നോക്കേണ്ടത്. ജനറലി സ്കാൽപ്പിങ്ങിലുള്ള ഒരു കോമ്പിനേഷൻ ആണത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റ്സിൽ നോക്കാം, തെറ്റൊന്നുമില്ല. 10 മിനിറ്റ്സിൽ നോക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ബാലൻസ് 5 മിനിറ്റ് ആണ്. ഇനി 15 മിനിറ്റിന്റെ ചാർട്ട് നോക്കി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ടാർഗറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ട്രേഡ് ചെയ്യരുത്. 15 മിനിറ്റിന്റെ ചാർട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ട്രേഡ് ചെയ്യണം. 5 മിനിറ്റിന്റെ ചാർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കാൻ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെയാണ് എടുക്കുള്ളൂ അല്ലെ. മാക്സിമം 1 മണിക്കൂറൊക്കെയാണ് എടുക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കോ 1:15 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻട്രി കിട്ടി എടുക്കാം. എപ്പോഴും ഒരു 2:15 കഴിഞ്ഞിട്ട് മാർക്കറ്റിലെ അവസാനത്തെ 1 മണിക്കൂർ എൻട്രി എടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ടാർഗറ്റ് എത്താനുള്ള സാധ്യത കുറയുകയും സ്റ്റോപ്പ് ലോസ് എത്താനുള്ള സാധ്യത ഉണ്ട് താനും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ മുമ്പ് വരച്ചിട്ട ലെവൽസുകൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അല്ലെ. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് ആണ്. അപ്പോ വീണ്ടും നമുക്ക് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് തിരിക്കുമ്പോൾ ഇപ്പൊ എൻട്രി എടുക്കാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിലാണ് അല്ലെ, ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് മേളിൽ വെക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കുറച്ച് നേരം മാർക്കറ്റ് വളരെ വോളട്ടൈൽ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അല്ലെ, ഇപ്പോ ഇത്ര വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, അതിനുശേഷം കറക്റ്റ് വീണ്ടും ആ ലെവലിൽ നിന്നാണ് തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാൻഡൽസ്റ്റിക് പാറ്റേണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ഒരു കാൻഡൽസ്റ്റിക് പാറ്റേൺ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അല്ലെ. ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. ഹൈക്കനാഷി ഈ ഒരു ക്യാൻഡിലിൽ റെഡ് ആയിട്ടുണ്ട് അല്ലെ, ഒരു ക്യാൻഡിലിൽ റെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ചോദിച്ചോട്ടെ. 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എടുക്കുമ്പോൾ അതിന്റെ വിക്കാണോ ബോഡിയാണോ തൊട്ട് മുമ്പത്തെ എടുക്കേണ്ടത്? 1 ഡേ ടൈം ഫ്രെയിമിൽ വിക്സുകൾ കഴിഞ്ഞ 3-4 ദിവസത്തെ ലോ ആൻഡ് ഹൈ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വിക്സുകളാണ് നോക്കേണ്ടത്. കഴിഞ്ഞ അത് ഒരുപാട് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തെ നിൽക്കണില്ല. അപ്പൊ അത് നേരെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പത്തേക്കൊക്കെ പോകണം, അത് എടുക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു വരും. ചില സമയങ്ങളിൽ നമുക്ക് കഴിഞ്ഞ 3-4 ദിവസത്തെ നോക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്ന് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്യാം. പക്ഷെ ഓൾറെഡി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർക്കറ്റ് അധികം പോവാണ് അല്ലെ, താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ബൈ ചെയ്താൽ ഇപ്പൊ നമുക്കൊരു സിനാറിയോ നോക്കാം. എന്തുകൊണ്ട് ലേറ്റ് ആയ ബൈ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ ഹൈക്കനാഷി റെഡ് ആവുന്ന സമയത്ത് നമ്മൾ പുട്ട് ബൈ ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഇവിടെ എത്തുമ്പോൾ 1-2 കിട്ടി അല്ലെ, നമ്മുടെ ടാർഗറ്റ് അടിച്ചു.
ഓർത്ത് വെച്ചോ. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ടാർഗറ്റ് അടിച്ചു. ബ്ലൂ ലൈൻ വരയ്ക്കുന്നുണ്ട് ഞാൻ. ഇനി നേരെ മറിച്ച് കുറച്ച് വൈകി പോയി ഇപ്പോ അല്ലെ. ഇപ്പൊ എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് എൻ്റർ ചെയ്താല് നമുക്ക് 1-ന് 2 കിട്ടണമെങ്കിൽ എന്തോരം വരണം? ഈ ബോട്ടം വരെ വരണം അല്ലെ. അപ്പോൾ വളരെ റിസ്ക് ആണ്. കാരണം എന്താ, മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ട് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് വന്നിട്ടില്ല, വീണ്ടും ഹൈ ഉണ്ടാക്കി നിൽക്കുകയാണ്. അതായത് ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റിൽ ഇപ്പൊ നിൽക്കുന്നത്. മാർക്കറ്റ് ഹൈ ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പുൾ ബാക്ക് ഒരു പക്ഷേ ഇവിടെ വരെ എത്തിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ വീണ്ടും നന്നായിട്ട് പുൾ ബാക്ക് എടുത്ത് ഒരു 61%, 78% കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് പോയേക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിലാണെങ്കിൽ അപ്പോഴേക്ക് നമ്മുടെ ടാർഗറ്റ് കിട്ടും. പക്ഷെ സെക്കൻഡ് കേസിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നത് വളരെ റിസ്ക് ആണ്. വീണ്ടും ഈ ഫ്ലോറിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ടാർഗറ്റ് കിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ വളരെ കുറച്ച് വൈകിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് റിസ്ക് റിവാർഡിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1000 രൂപ റിസ്കിന് 2000 കിട്ടുന്നത് ഇവിടെ നമുക്ക് 1000 രൂപ റിസ്കിന് 1000 പോലും കിട്ടുന്നില്ല, 950 കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതാണ് റിസ്ക് റിവാർഡ് അല്ലെ. 1-ന് 2, ഇവിടെ 1-ന് 0.95, അതായത് 1950 രൂപയെ കിട്ടുള്ളൂ. കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ, ഒരു 2 കാൻഡിൽസ് ലേറ്റ് ആയിട്ടുള്ളൂ, 2-3 കാൻഡിൽസ് ലേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ റിസ്ക് റിവാർഡ് വളരെ മാറും. ഓക്കെ, എന്താണ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ആ ഹൈക്കനാഷി റെഡ് ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാൻഡിൽസ് ഉണ്ടല്ലോ. ഇപ്പോ ഈ ഒരു കാൻഡിൽ, ഇത് കാൻഡിൽ സ്റ്റിക്ക് അല്ല, എന്നാലും ഒരു ബുള്ളിഷ് കാൻഡിൽ താഴത്തേക്ക് 2 ബാരിഷ് കാൻഡിൽ അതിനെ താഴത്തേക്ക് ക്ലോസ് ചെയ്തു. ഈ ഒരു സ്പോട്ടിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. അപ്പൊ ചെറിയ സ്റ്റോപ്പ് ലോസ്, വലിയ റിവാർഡ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കേസിലേക്ക് പോവാം. ഹൈക്കനാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്. അപ്പൊ കാൻഡിൽ സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ ഓപ്പൺ ഹൈ ലോ ക്ലോസ് വാല്യൂസ് ആണ്. പക്ഷെ ഹൈക്കനാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവറേജസ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ചാർട്ട് നമുക്ക് സ്മൂത്തൻ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഹൈക്കനാഷിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം, ഈ ഒരു ഫോള് അല്ലെ. അപ്പൊ ഹൈക്കനാഷിയിൽ അതൊരു ഫുൾ ബെയറിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഇവിടെയാണ് ബുള്ളിഷ് ആയത്. നേരെ മറിച്ച് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബുള്ളിഷ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് ടൈപ്പാണ് ഹൈക്കനാഷി. ഒരു നല്ല എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പലരും പറയാറുള്ളത്, നമ്മൾ നിഫ്റ്റി എപ്പോഴും ബുള്ളിഷ് ആവുമ്പോൾ മാത്രമേ സ്വിംഗ് ട്രേഡ് ചെയ്യാവൂ, നിഫ്റ്റി ബാരിഷ് ആയിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും ട്രേഡ് ചെയ്യാതെ കൈ കെട്ടി നോക്കിയിരിക്കുന്നതാണ് നല്ലത്. പൊതുവെ എല്ലാവരും പറയാറുള്ളതാണ്. അപ്പോൾ ജനറലി എങ്ങനെയാണ് ഇപ്പൊ നിഫ്റ്റി ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റാം? വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഹൈക്കനാഷി വീക്കിലി ഹൈക്കനാഷി ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബാരിഷ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അല്ലെ. അപ്പോ ഇതൊക്കെ വളരെ ബുള്ളിഷ് ഡേയ്സ് ആയിരുന്നു അല്ലെ, നിഫ്റ്റിയിലെ ബുള്ളിഷ് വീക്സുകളായിരുന്നു ഇതൊക്കെ. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് റൂൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈക്കനാഷിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരുപാട് ആഴ്ചകൾ ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. പക്ഷെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ ബുള്ളിഷ് ആവണമെന്നില്ല, അതിൻ്റെ ഉള്ളിൽ കുറേ ദിവസം റെഡ് ഉണ്ട് അല്ലെ. പക്ഷെ ജനറലി ട്രെൻഡ് ബുള്ളിഷ് ആണ്. അപ്പോൾ ഒറ്റ ലുക്കിൽ തന്നെ ഒരു സിമ്പിൾ കളർ ചേഞ്ച് കൊണ്ട് നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ റിവേഴ്സലുകൾ കണ്ടുപിടിക്കാനൊക്കെയാണ് നമുക്ക് ഹൈക്കനാഷി യൂസ്ഫുൾ ആവുക, ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇത് 26,000 വന്നിട്ട് മാർക്കറ്റ് തിരിഞ്ഞു എന്ന് നമുക്ക് കൺഫർമേഷൻ തരുന്നത് ഈ ഒരു ഹൈക്കനാഷി കാൻഡിലിന്റെ കളർ മാറുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമ്മളത് സ്കാൽപ്പിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മിനിറ്റിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടു, ആ സപ്പോർട്ടിൽ എത്തിയിട്ട് മാർക്കറ്റ് തിരിഞ്ഞു എന്നുള്ള കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളർ ചേഞ്ച് നോക്കിയാൽ മതി. അപ്പൊ അതിലിങ്ങനെ ഒരു ചെറിയ ഹൈഫൺ പോലെ ആവുമ്പോൾ ഒരു കൺഫർമേഷൻ കുറച്ചുകൂടി വീക്കാണ്. അപ്പൊ എപ്പോഴും നമ്മൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റെഡ് ക്യാൻഡിൽ, അവസാനം ഉണ്ടായ റെഡ് ക്യാൻഡിലിന്റെ മേലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളതൊരു റിവേഴ്സൽ, മാർക്കറ്റ് റിവേഴ്സൽ ആയിട്ട് കാണാവൂ. ഓക്കെ, അപ്പൊ നമുക്ക്
ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാം ഒരു ട്രേഡിൽ എൻട്രി എടുക്കാൻ. ഒന്ന് നമുക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ അല്ലെ, അപ്പൊ അതിനെല്ലാത്തിനും നമുക്ക് കൂട്ടമായിട്ട് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം. ട്രിഗർ എന്ന് പറഞ്ഞ് വിളിക്കാം. അതായത് വെടിവെക്കുന്നതിന് മുമ്പ് ഒരു വെടിവെക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രിഗർ ഇടാറില്ലേ, അപ്പൊ അതുപോലെ നമുക്ക് കാണാം. അതായത് ആക്ച്വലി എപ്പോഴാണോ ട്രേഡ് എടുക്കേണ്ടത് ആ ഒരു ഇവന്റിനെ നമുക്കൊരു ട്രിഗർ എന്നുള്ളൊരു പേരിൽ കാണാം. അപ്പോൾ വൺ ഓഫ് ദ ട്രിഗർ ആണ് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. പക്ഷെ എപ്പോഴും കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല, നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഹൈക്കനാഷി കളർ ചേഞ്ച്. വേണമെങ്കിൽ നമുക്കതിന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. പല ഇൻഡിക്കേറ്റേഴ്സ് പല ട്രേഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, ട്രാപ്പ് യൂസ് ചെയ്യാം. ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ സ്വിംഗ് ലോന്റെ തൊട്ട് താഴെ വന്നിട്ട് പെട്ടെന്ന് കയറുകയാണെങ്കിൽ, ഇവിടെ ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ സ്വിംഗ് ലോ അതിന് തൊട്ട് താഴേക്ക് തൊട്ടില്ല എന്നുള്ള കാര്യത്തിൽ താഴേക്ക് വന്നിട്ട് ഉടനെ തന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ അതൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ഒരു ഫ്രഷ് പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ ആദ്യത്തെ 5 മിനിറ്റിൽ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ ഒരു സ്വിംഗ് ഉണ്ടാക്കി, ഇവിടെ ഒരു സ്വിംഗ് ഉണ്ടാക്കി, ഇവിടെ ഒരു സ്വിംഗ് ഉണ്ടാക്കി, മുകളിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിൽക്കാനുള്ള പ്ലാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കറക്റ്റ് ഇതിൻ്റെ തൊട്ട് മേലേക്ക് കടന്ന് അപ്പം തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അതൊരു ട്രാപ്പാണ്. അപ്പോൾ സ്പെഷ്യലി ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ വേണമെന്നില്ല. അപ്പോൾ ട്രാപ്പ് നമുക്ക് നല്ലൊരു ട്രിഗർ ആയിട്ട് എടുക്കാം. അതായത് എക്സാക്ട്ലി നമുക്ക് ട്രേഡ് എടുക്കുന്നത് എവിടെയാണ്, ആ ക്യാൻഡിൽ തിരിച്ചു വന്ന് ഇതിനുള്ളിൽ ക്ലോസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ചെറുതാക്കാൻ പറ്റും, ടാർഗറ്റ് എങ്ങനെ വലുതാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫുൾ ടാർഗറ്റ് എടുക്കണമെന്നില്ല, 1-2 ഏകദേശം ഒരു പകുതി വരെ. അപ്പോൾ ഹൈക്കനാഷി കളർ ചേഞ്ച്, കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, ട്രാപ്പ്, ഇത്രയും നമുക്ക് ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാനുള്ള സിഗ്നൽസ് ആയിട്ട് എടുക്കാം. ഇനി ചാർട്ട് പാറ്റേൺസ് അല്ലെ, ചാർട്ട് പാറ്റേൺസ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിക്കുന്നു അല്ലെ, അപ്പൊ അത് ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് ഒന്ന് ടെക്സ്റ്റ് കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ട്രാപ്പ്. ക്ലിയർ അല്ലേ? ആദ്യം മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ആ ഒരു സ്പേസിൽ നിന്ന് താഴത്തേക്ക് പോയി അല്ലെ, ഇന്നലത്തെ ഹ്യൂജ് റിവേഴ്സൽ ആണത്, ഇന്നലത്തെ ഹ്യൂജ് റിവേഴ്സൽ. അപ്പൊ ആദ്യം മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ഒന്ന് താഴത്തേക്ക് ശക്തമായിട്ട് ഇറങ്ങി. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ പുട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. അവരൊക്കെ ട്രാപ്പിലാക്കാൻ അല്ലെ, കെണിയിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മാർക്കറ്റ് കയറി വന്ന് തൊട്ടില്ല എന്നുള്ള കാര്യത്തിൽ മുകളിലേക്ക് കടന്നു, തിരിച്ച് ഇങ്ങോട്ട് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാതെ നല്ലൊരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ കൂടിയാണ് ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പോൾ നമുക്ക് ഇതും ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നലെ. ട്രാപ്പ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ട്രാപ്പ് ഇതാണ്, അതായത് ഒരു സ്വിംഗ് ലോന്റെ തൊട്ട് താഴെ ഇവിടെ ഇനി ഒരു ട്രാപ്പ് വരണം എന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു ട്രാപ്പ് വരണം എന്ന് വിചാരിച്ചു, ഇങ്ങനെ ഇരിക്കും. ഒരിക്കൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, അതിന്റെ തൊട്ട് മേലേക്ക് ഇങ്ങനെ കയറിയിട്ട് വീണ്ടും തിരിച്ച് ക്ലോസ് ചെയ്യാം, അതാണ് ട്രാപ്പ്. അപ്പൊ സ്റ്റോക്കിന്റെ കേസിൽ, സ്വിംഗ് ട്രേഡിങ്ങിന്റെ കേസിൽ എല്ലാവരും വാങ്ങാൻ സാധ്യതയുള്ള 1000 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് സോൺ, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ ഈ 1000-ൽ 1-2 പ്രാവശ്യം തട്ടിയെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞ് പൊട്ടി, അത് കഴിഞ്ഞ് തിരിച്ചു വരാണ്. അപ്പോൾ 1000 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് സോൺ. അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ബൾക്കായിട്ട് ഓർഡർ ഇടുമ്പോൾ ഒറ്റയടിക്ക് ഓർഡർ ഇടാറില്ല. അവർ കുറച്ച് ഒരു 10 കോടിക്ക് വാങ്ങും, അത് കഴിഞ്ഞ് വീണ്ടും റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് വീണ്ടും തിരിച്ച് താഴേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 10 കോടിക്ക് വാങ്ങും. അപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ലോസ്, ഈ വാങ്ങുന്നവരൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ആ 1000-ന് തൊട്ട് താഴെയുള്ള ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 999 998 അതുപോലൊരു ലെവലിൽ കറക്റ്റ് തൊട്ടില്ല എന്നുള്ള തരത്തിൽ 3-ാമത്തെ പ്രാവശ്യം വരും. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സ്റ്റോക്കിൽ ഫ്യൂച്ചേഴ്സ് സെല് ചെയ്യാണ്. ഫ്യൂച്ചേഴ്സ് സെല് ചെയ്ത് പ്രൈസിനെ എല്ലാവരുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ളതിൻ്റെ തൊട്ടടിയിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞാൽ ഇവരിവിടെ ഓൾറെഡി ആ സ്റ്റോക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കായിരിക്കും വലിയ എമൗണ്ടിന്. അപ്പോൾ എന്തുണ്ടാവും, ആ ലിമിറ്റ് ഓർഡർ പെട്ടെന്ന് അടിക്കുമ്പോൾ വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറും. അപ്പോൾ ഈ റിഫ്ലക്ഷനും കുറച്ച് ക്വിക്കായിരിക്കണം. അപ്പോൾ പലപ്പോഴും നമുക്കതൊരു ഹാമറോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ, റെഡ് ഹാമറോ ഒക്കെ ആയിട്ടാണ് നമുക്കത് കാണാം, അതായത് വാലൻ ആയിട്ടാണ് കാണുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
ട്രാപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ, തൊട്ട് മുമ്പുള്ള ഒരു സ്വിംഗിലോ, എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഒരു സ്വിംഗിലോന്റെ താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് വീണ്ടും അപ്പനെ തിരിച്ച് കയറുന്നതിനെയാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, വളരെ റയറാണ്. പക്ഷെ ഈ മാർക്കറ്റ് മാനിപ്പുലേഷൻ നമുക്ക് നല്ലൊരു ട്രിഗർ ആയിട്ട് എടുക്കാം. അങ്ങനെ ട്രാപ്പ് നമുക്ക് എൻട്രി എടുക്കാം നല്ല സ്ഥലത്താണെങ്കിൽ, വാലിഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ മാത്രം. ഇപ്പൊ ഇവിടെ നമുക്ക് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ ആയിരുന്നു, അതായത് സപ്പോർട്ട് എന്തോ ഇവിടെ കണ്ടോ, റെസിസ്റ്റൻസ് സപ്പോർട്ടിൽ അങ്ങനെയാണോ? റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ഫിബൊനാച്ചി, റൗണ്ട് നമ്പർ, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും അല്ലെ. അതിനെ നമുക്ക് ജനറൽ ആയിട്ട് ഒറ്റ പേര് വിളിക്കാം, കീ ലെവൽസ്, ഇമ്പോർട്ടന്റ് ലെവൽസ്. അപ്പൊ നോക്കിയേ, ഇന്നലെ എത്ര മനോഹരമായിട്ടാണ് ആ ഫിബൊനാച്ചി 78നെ മാനിച്ചേക്കണം നോക്കിയേ അല്ലെ. ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ലോന്റെ. അപ്പോൾ നിഫ്റ്റി ആക്ച്വലി ഡൗൺ ട്രെൻഡ് ആണല്ലോ, ഡൗൺ ട്രെൻഡ് ആണ് അല്ലെ. അപ്പൊ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ എന്താണ് 8-ാം തീയതി ഒരു ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഉള്ളിലുള്ള എക്സ്ട്രീം സ്വിങ് ഹൈ, അത് തുടങ്ങി ലേറ്റസ്റ്റ് ലോയിലേക്കാണ് നമ്മൾ ഫിബൊനാച്ചി വരയ്ക്കേണ്ടായിരുന്നത് അല്ലെ. ഇവിടെ തുടങ്ങി ഇവിടെ വരെയാണ് ഫിബൊനാച്ചി വരയ്ക്കേണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് കയറി പോകുമ്പോൾ കറക്റ്റ് 71.8-ലാണ് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്തത് അല്ലെ. ഓക്കെ, അപ്പോൾ ഇത് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ലോ തന്നെ ആവണമെന്നില്ല, കുറച്ച് മുമ്പുള്ള പ്രീവിയസ് ലോ സ്വിങ് ഹൈ ആവാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ട്രാപ്പ് ഇവിടെ നിന്നാണ് അല്ലെ, ഇവിടെ ആണ് ഒരുപാട് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഒരു സ്വിങ് ലോ. അതിന്റെ തൊട്ട് മേലേക്ക് തൊട്ടില്ല എന്ന തരത്തിൽ കയറി അതിന്റെ അടിയിൽ തന്നെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ട്രിഗർ അല്ലെ. ഇനിയിപ്പോ ആ ട്രാപ്പ് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചോ, ഫിബൊനാച്ചി 78-ലാണ് തിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ കാൻഡിൽ സ്റ്റിക്ക് എപ്പോഴും കിട്ടില്ല, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് ഐക്കനാഷി. കാൻഡിൽ സ്റ്റിക്കും എപ്പോഴും കിട്ടണമെന്നില്ല, ട്രാപ്പും എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചു വെക്കരുത്. ഐക്കനാഷി ഗ്രീൻ റെഡ് ആവുകയോ, ഒരു ട്രാപ്പ് കാണുകയോ, വാലിഡ് ആയിട്ടുള്ളതുപോലെ ട്രാപ്പ് കാണുകയോ, ഒപ്പം കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, ചിലപ്പോൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെയും ട്രാപ്പ് ഉണ്ട്, ഇവിടെയും ട്രാപ്പ് ഉണ്ട്. നിഫ്റ്റിയിൽ ഇത് പൊതുവെ കോമൺ ആയിട്ട് കാണാറുള്ള പരിപാടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അസറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് മാനിപ്പുലേഷനും അതിലല്ലേ നടക്കണ്ടാവാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്നത് നിഫ്റ്റിയിലാണ്. അത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് എപ്പോഴും ഒരു ആയുധമാക്കി മാറ്റാറാണ് പതിവ്, അല്ലെങ്കിൽ ഒരു ട്രിഗർ ആയിട്ടാണ് കാണാറ് ആ മാനിപ്പുലേഷൻ. ഓക്കെ, ഇവിടെയും ട്രാപ്പ് ഉണ്ട്, ഇവിടെയും ട്രാപ്പ് ഉണ്ട്. ഇത് തൊട്ട് മുമ്പിലുള്ള ലിക്വിഡിറ്റിനെയാണ് കണ്ട് ചെയ്തത്, ഇത് ഓൾഡർ ലിക്വിഡിറ്റിനെയാണ് കണ്ട് ചെയ്തേക്കുന്നത്. ഓപ്ഷൻസിന്റെ ഫസ്റ്റ് ഡേ ആണോ? അല്ല, നമ്മൾ തിങ്കളാഴ്ച തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോ മൂന്നാമത്തെ, പുതിയ ബാച്ചിലുള്ളവർക്ക് മൂന്നാമത്തെ ക്ലാസ് ആണ്. 90-91 ആണ്. ഏത് ബാച്ചാണ്? 90-91 ആണോ? ഓക്കെ, അപ്പൊ നമ്മള് തിങ്കളാഴ്ച തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തു. തിങ്കൾ, ബുധൻ, വെള്ളി മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ഒരു സെക്ഷൻ നമുക്ക് എല്ലാ ആഴ്ചകളിലും 3 ക്ലാസ് വീതം പോയിക്കൊണ്ടിരിക്കും, തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള തരത്തിൽ. പിന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഈ റെക്കോർഡിങ്സ് 3rd ജൂണിന് ശേഷം പിന്നെ 10th ജൂണിന് കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ഇൻ ബിറ്റ്വീൻ അതിന്റെ റെക്കോർഡിങ്സ് ഇല്ലേ? നമ്മൾ ഈ ക്ലാസിന്റെ റെക്കോർഡിങ്സ് എല്ലാ ദിവസവും വെബ്സൈറ്റിൽ ഇടുന്നുണ്ട്. ഓപ്ഷൻ ലൈവിന്റെ ഡൗട്ട് ക്ലിയറിങ്ങും അതുപോലെ മിസ്സാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് റെക്കോർഡിംഗ് ഇടാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ, ട്രേഡിംഗ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അല്ല, ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നോക്കി. അപ്പൊ 3rd കണ്ടിന്യൂസ്ലി ദി റെക്കോർഡിങ്സ്, 3rd കഴിഞ്ഞിട്ട് 10th വരെ റെക്കോർഡിങ്സ് ഇല്ല അല്ലെ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മള് ഈ ഓപ്ഷൻ ബേസിക് ലൈവില് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് മാത്രമേ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി വെച്ച് നമ്മൾ എല്ലാ ദിവസവും അനലൈസ് ചെയ്യുന്നു. പോസിബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസുകൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഫിബ് ലെവൽസ് ഒക്കെ വരച്ചിടുന്നു.
അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു സെക്ഷൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു പുതിയ കോൺസെപ്റ്റ് എന്തെങ്കിലും പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാറുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പോ ഉം. സാംസൺ പറഞ്ഞു ഒരു ക്ലാസ്സിൽ എല്ലാം ഫുൾ സൈക്കിൾ സർവോദയെന്നും സെൻസിബിൾ ആയിട്ടുള്ള ഇന്റർലിങ്കിന്റെ എല്ലാം ഫുൾ സൈക്കിളും ചെയ്തു എന്ന് പറഞ്ഞു. ആ അത് റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് റെക്കോർഡിംഗ് ആഫ്റ്റർ തേർഡ്. അല്ലാതെ ഏത് ബാച്ചാണ്? ഐ ആം ഫ്രം 82 ബാച്ച്. 82 ബാച്ചാണ്. 82 ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ മുടങ്ങാതെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഓർഡറിലാണല്ലോ. ട്രേഡിംഗ് വ്യൂ, ഫസ്റ്റ് സ്റ്റോക്ക്, ആപ്പ് യൂസ് ചെയ്യുന്നത്, സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓൾറെഡി വെബ്സൈറ്റിൽ ഉണ്ട്. അതിന്റെ ആക്സസ് ഓൾറെഡി നിങ്ങളിൽ ഉണ്ടല്ലോ അല്ലേ? അത് പക്ഷെ വേറെ പല ആൾക്കാരും ക്ലാസ്സുകളാണ്. ഐ വാണ്ട് ടു ടേക്ക് യുവർ ക്ലാസ്. ഓ റൈറ്റ്. അപ്പോ പിന്നെ നിങ്ങൾ 91 ബാച്ചസ് എങ്ങനെയും ഈവനിംഗിൽ അറ്റൻഡ് ചെയ്തിരുന്നോ? അതിന്റെയും വീഡിയോ റെക്കോർഡിംഗ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ സ്പെസിഫിക് ആയി ലുക്കിംഗ് ഫോർ സർവോദ സെൻസിബിൾ ഇന്റർസൈക്കിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൈക്കിൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമുക്കത് എന്തായാലും അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യാം. ഇന്നൊന്ന് റിവൈസ് ചെയ്യാം. ഓപ്ഷൻ ബൈയിങ് പെർസ്പെക്റ്റീവിൽ സെൻസിബിളിൽ ഇന്നൊന്ന് റിവൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ നിഫ്റ്റിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ട്രേഡ് എടുക്കുമ്പോൾ ഏകദേശം എങ്ങനെയാണ് ഇമ്പാക്ട് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഇന്നത്തെ റെക്കോർഡിങ്സ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് സെൻസിബിളിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും ക്ലിയർ ആയോ? ആ ഒരു പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. എങ്ങനെയാണ്, ഒരു റിപ്പീറ്റേഷൻ കൂടി വേണോ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പുതിയതുണ്ടോ? ആരെങ്കിലും പുതിയതുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് അടിക്കാവോ? ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് തൊട്ടൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോഴല്ല, ഞാൻ പറയായിരുന്നു. ശരി. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കണ്ടിന്യൂസ്ലി പറ്റില്ലായിരുന്നു ലൈവിന്റെ. ഓക്കെ. അപ്പൊ അതും കിട്ടിയാൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഇനി കമ്മിങ് ബാച്ചസിന്റെ ലൈവ് സെഷൻസ് ജോയിൻ ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. റെക്കോർഡിങ്സ് കിട്ടുവാണെങ്കിൽ അതാ ബെറ്റർ. കാരണം വർക്കിനിടയ്ക്കാ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് ഒന്നും കൂടി ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. അതായത് നിഫ്റ്റിയിൽ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചാർട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്വിക്കായിട്ട് കണ്ടിട്ട് നമുക്ക് സെൻസിബിൾ വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ അറ്റൻഷനോട് കൂടി ഇരിക്കുക. ഒരു സമ്മറി റിവിഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ആദ്യം ചെയ്യുന്നത് ആരോ ഒന്ന് ചോദിച്ചിരുന്നു അല്ലെ, പ്രീവിയസ് ഡേയ്സിന്റെ ഹൈ ആണോ നോക്കുക ക്ലോസ് ആണോ നോക്കാന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരാം. അപ്പോൾ അത് ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡേ ചൂസ് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ അടിച്ച് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഓക്കെ. ഇവിടെ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ ക്യാൻവാസിൽ പോയാൽ ഈ വാട്ടർമാർക്ക് ഓൺ ചെയ്ത് വെക്കുക. ആദ്യത്തെ 3 എണ്ണം ടിക്കർ, ഇന്റർവൽ, ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്ടർമാർക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡേ ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഡേ ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയും താഴെയുമുള്ള ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയും താഴെയുമുള്ള ഹൈസ് ആൻഡ് ലോസ് ഏതൊക്കെ ദിവസത്തെ നമ്മൾ മാർക്ക് ചെയ്യണം? ഇന്നിപ്പോൾ 12-ാം തീയതിയാണ്. ഏതൊക്കെ ദിവസത്തെ നമ്മൾ മാർക്ക് ചെയ്യണം? ഇന്നലത്തെ നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ? ഇന്നലത്തെ. അപ്പോൾ ഇന്നലത്തെ ദിവസത്തിന്റെ ഹൈ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ? സപ്പോർട്ടാണ്. അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് താഴെയാണ് അല്ലേ? അപ്പോൾ താഴെ ആയതുകൊണ്ട് നമ്മൾ ഗ്രീൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയുള്ള കഴിഞ്ഞ 3-4 ദിവസത്തെ ഹൈ ആൻഡ് ലോ ഏതാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാണ്? ഇതല്ലേ? ഇതിപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മേലെ ആയതുകൊണ്ട് നമ്മൾ റെഡ് ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നു. ഓക്കെ. തലേദിവസം വരയ്ക്കുകയാണെങ്കിൽ ഇതും കൂടി പെടും. ഇതും പെടും. സപ്പോർട്ടായിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഇവിടെയല്ലേ? ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴല്ലേ ഇവിടെ എത്തിയത്. അങ്ങനെ. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്ക് 2 സപ്പോർട്ട് ഉണ്ട് അല്ലേ?
അതായത് 8-ാം തീയതിയിലത്തെ ലോയും ഉണ്ട്, 11-ാം തീയതിയിലത്തെ ലോയും ഉണ്ട്. അത് രണ്ടും സെയിം ആണ് അല്ലേ? ഇതൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ഇതും മാർക്ക് ചെയ്യാം. അതായത് 9-ാം തീയതിയിലത്തെ ഹൈ, 9-ാം തീയതിയിലത്തെ ഹൈ തന്നെയാണ് 7-ാം തീയതിയിലത്തെ 5-ാം തീയതിയിലത്തെ ലോ. ഇത് രണ്ടും ഒരേ ലെവലാണ്. അപ്പോൾ ഇത്രയും ലെവൽസുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇത് മാർക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല. താഴത്തെ സപ്പോർട്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ 3 മാർക്ക് ചെയ്യുന്നു അല്ലേ? ഇനി ഇന്നത്തെ ഹൈ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ഇതാണ് ഇന്നത്തെ ഹൈ. അത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലായതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇത്ര നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? ഒരു സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നു. അതൊരു ക്യാമറ സൂം ചെയ്യണ പോലെയാണ്. അപ്പോൾ ലെൻസ് ഇത്ര സൂം ചെയ്യണം എന്നൊന്നുമില്ല. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ വലുപ്പം അനുസരിച്ചാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് ചിന്തിക്കാം. അപ്പോൾ എളുപ്പം ഓർത്ത് വയ്ക്കാൻ ഞാൻ 1 അവർ പറയുന്നത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മിനിറ്റ്സിലേക്ക് സൂം ചെയ്യാം. അപ്പോൾ 1 അവർ 2 അവർ ഓർ 30 മിനിറ്റ്സ് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ സൂം ചെയ്യുന്നു. അപ്പോൾ ഞാൻ 30 മിനിറ്റ്സിലാണ് സൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചാർട്ട് സൂം ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ പ്രൈസ് ഹെഡർമോ ഈ പ്രൈസ് കോളത്തുമോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റീസെറ്റ് ആവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിടക്കും. ഇങ്ങനെ കംപ്രസ് ആയി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചാർട്ട് വീണ്ടും റീസെറ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ നോക്കുക. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയും താഴെയും ഉള്ള എല്ലാ ലെവൽസുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് ഒബ്വിയസ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ റേ ആയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 അവറിലെ റെസിസ്റ്റൻസ് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരു റേ ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ കട്ടി കുറച്ചിട്ടു അല്ലേ? ഇത് അത്ര പ്രസക്തി ഇല്ല, കാരണം ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് അല്ല. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്തു. ഓക്കെ, എന്നാലും റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പിക്സൽ 1 ആക്കി ചൂസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടി വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല അല്ലേ? ഈ സ്വിംഗ് ടേണിംഗ് പോയിന്റ് നമ്മൾ ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് ടേണിംഗ് പോയിന്റ് നമ്മൾ ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രീൻ സോൺ എവിടെയോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയ സ്ഥലമാണ് അല്ലേ? അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 5 മിനിറ്റിലേക്ക് സൂം ചെയ്യാണ്. 5 മിനിറ്റിലേക്ക് സൂം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളും ഒന്നുകൂടി സ്പെസിഫിക് ചെയ്തിട്ട് ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ബോക്സ് വരച്ചു. അതിപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മേലെ ആയതുകൊണ്ട് റെഡ് കളർ കൊടുത്തു. അതിനുശേഷം ഈ ഒരു ബോക്സ്, ഇവിടുത്തെ മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട്, ഈ ഒരു ബോക്സ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തു. അതിപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് താഴെ ആയതുകൊണ്ട് നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്തു അല്ലേ? സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലം, അതായത് പ്രീവിയസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ 1 മിനിറ്റിൽ വന്നിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ എവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കും എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി വരയ്ക്കുന്ന 5 മിനിറ്റ്സിൽ വേണ്ടു അല്ലേ? 5 മിനിറ്റിലാണ് വേണ്ടത്. 1 മിനിറ്റിൽ നമ്മൾ ആക്ച്വലി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഫ്രെയിമാണ്. അതായത് മാർക്കറ്റ് സോൺ വരച്ചു കഴിഞ്ഞേ ലോവർ സോണിലേക്ക് വരുമ്പോൾ അതിന്റെ വിട്ട് കൂടി പോകുന്നു. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യാ? വിട്ട് കൂടി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രീം ഹയർ ടൈം ഫ്രെയിം 1 ഡേയിൽ ഒരു ലൈൻ ആയിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആവും, വലിയ സോൺ. പിന്നെ നമുക്ക് 5 മിനിറ്റിൽ ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നു ഒരു 30 പിപ്സ് 30 പോയിന്റ് ആണ് അതിന്റെ വിട്ട് വേണ്ടത് ഏകദേശം. അതെ. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ആ ATR 1 ATR ആണ്. അതായത് ഒരു ആവറേജ് ക്യാൻഡലിന്റെ സൈസ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ വിക്സുകൾ നടുക്കാവാൻ നോക്കാം. ടോപ്പിലല്ല ബോട്ടത്തിലല്ല. അപ്പോൾ ഈ ഒരു സോണിൽ നിന്നാണ് നമ്മളൊരു സ്പാർക്ക് പ്രതീക്ഷിക്കേണ്ടത്. വിചാരിച്ച പോലെ തന്നെ എക്സാക്ട്ലി അവിടുത്തെ സ്പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷ് ആണ് അല്ലേ? ഹയർ ഹൈയും ഹയർ ലോ ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് സ്ലൈറ്റ്ലി, അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി 1 മിനിറ്റിലേക്ക് പോയിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. 1 മിനിറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് നമുക്ക് ഈ പറഞ്ഞ റെസിസ്റ്റൻസുകളിൽ കിട്ടിയാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതിനെ കുറിച്ച് പരിഗണിക്കാം. ഈ പറഞ്ഞ സപ്പോർട്ടുകൾ കിട്ടണമെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ വാങ്ങുന്നതിനെ കുറിച്ച് പരിഗണിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മേലെയുള്ള സ്ട്രോങ്ങസ്റ്റ് ഏരിയ, തൊട്ട് താഴെയുള്ള സ്ട്രോങ്ങസ്റ്റ് ഏരിയ, മേലെയും താഴെയുമായിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് 4 തരത്തിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മുടെ മനസ്സിൽ
കാണാൻ പറ്റണം. ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നതിന് ശേഷം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരാമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ വേവ് ചെയ്ത് വന്നിട്ട് അതിനുശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയതിന് ശേഷം വീണ്ടും നല്ല ചുളിവ് വിലയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്നു അല്ലേ. ഇതാണ് നമ്മളുടെ സിനാറിയോ നമ്പർ 1. അപ്പോൾ നമ്മളതിനെ അത് ബുള്ളിഷ് ആണല്ലോ, കോൾ ഓപ്ഷൻ വാങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മാർക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ച് ട്രേഡ് ചെയ്താൽ മതി. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് ആയിരിക്കണം ഇങ്ങോട്ട്. ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് മേലേക്ക് വന്നിട്ട് കാര്യമില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ് വരണം. അതായത് ഇവിടെ നിന്ന് നല്ല ബൈയിങ് ഡിമാൻഡ് വരണം എന്ന് ഉറപ്പാക്കണം. ഇനി അടുത്തത്, ഈ സപ്പോർട്ടിൽ തിരിച്ചാൽ വേണമെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ വാങ്ങാം. ഈ സപ്പോർട്ടിൽ എത്തിയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങാം അല്ലെ. ഈ ഒരു കീ ലെവൽ താഴേട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങാം. പക്ഷേ നേരെ വന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങരുത്. എപ്പോഴും നല്ലത് ഒരു 2 or 3 പ്രാവശ്യം അവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം അത് ഫെയിലായിട്ട് താഴത്തേക്ക് വരണമെങ്കിൽ മാത്രമേ നമ്മളത് ട്രേഡ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചിടാം. ഇതാണ് നമ്മളുടെ പുട്ട് വാങ്ങാനുള്ള ഒരു സിനാറിയോ. അതായത് മാർക്കറ്റ് അവിടെ വന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, വീണ്ടും കുറച്ച് മുകളിലേക്ക് കയറി, അതായത് കുറച്ച് ബയേഴ്സ് വാങ്ങാനുണ്ടായി. പക്ഷെ ആ ട്രെൻഡ് സ്ട്രോങ് ആയി പോയില്ല. വീണ്ടും വന്നു സപ്പോർട്ട് എടുത്തു, കുറച്ച് പേരും കൂടി വാങ്ങി. അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ, അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു കണ്ടത്തിലേക്ക് ഒരു മനുഷ്യൻ താഴ്ച നോക്കിയിട്ട് കാല് ഉറച്ച് വെച്ച് നോക്കിയിട്ട് പതുക്കെ ഇറങ്ങി ചെല്ലുന്ന പോലെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പുട്ട് വാങ്ങുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ വരച്ചിട്ടിട്ട് അതാത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ നോക്കാം. ഇനി ടോപ്പിൽ റെസിസ്റ്റൻസിലും ഇതുപോലെ തന്നെ നമുക്ക് 2 പ്ലാൻസുകളുണ്ട് അല്ലേ. ഒന്നെന്താണ്, ഒന്ന് മാർക്കറ്റിന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി എന്ന് വിചാരിച്ചോ, മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ, ഈ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ ഇതുപോലെ ഒരു നല്ല സ്പാർക്ക് കിട്ടണം. അതായത് ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് റെഡ് കാൻഡിൽസ്, ബിഗ് റെഡ് കാൻഡിൽസ്. അതായത് ഇത്ര നേരം ചെറിയ കാൻഡിൽസ് ആയിരുന്നു, ഇവിടെ നമുക്ക് ടക്ക് 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷിഫ്റ്റ് അല്ലേ, ആ ട്രെൻഡിലുള്ളൊരു ഷിഫ്റ്റ്. അതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും അവസാനം ഉണ്ടാക്കി ലോനെ കാര്യമായിട്ട് കട്ട് ചെയ്ത് താഴ്ത്തിക്ക് കാരണം, അപ്പോഴാണ് അതിനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ടൂൾ എടുത്തിട്ട് അത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അങ്ങനെ സംഭവിച്ചാൽ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മാർക്കറ്റ് വീണ്ടും അവിടേക്ക് തിരിച്ച് കയറുമ്പോൾ നല്ല വില കൂടുതലിന് കിട്ടിയാൽ നമുക്ക് സെല് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു പുട്ട് വാങ്ങുന്നു അല്ലേ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിന് മുമ്പുണ്ടായ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മേലെയും ടാർഗറ്റ് 1, 2 വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഷോർട്ട് പൊസിഷൻ ട്രേഡ് എടുക്കുന്നു. ഇവിടെ നിന്ന് ഒരു ഷോർട്ട് പൊസിഷൻ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അടിച്ചാലും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. ഇനി അടുത്ത സിനാറിയോ കറന്റ്ലി ഇപ്പോൾ ഒരു അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് വന്നിട്ടില്ലേ? എങ്ങനെ കറന്റ്ലി അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് വന്നിട്ടില്ലേ നമ്മുടെ ലെവലിൽ നിന്ന് 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ്? കുഴപ്പമില്ല, ഇതൊരു ട്രേഡ് ആയിട്ട് കാണാം. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേവ്സ് ഉണ്ടല്ലോ, ഞാൻ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു വേവ്സിൽ ലോവർ ലോ ആയിട്ടാണ് വന്നത് അല്ലെ, ലോവർ ഹൈ ആയിട്ടാണ് വന്നത് അല്ലെ. ഇതൊരു ലോവർ ഹൈ, അതിലും താഴെ ഒരു ലോവർ ഹൈ ആയിട്ടാണ് വന്നത്. ഇവിടെ ലോവർ ലോ, അതിലും താഴെ ഒരു ലോവർ ലോ, അതിലും താഴെ ഒരു ലോവർ ലോ. ഇനി ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കണമെങ്കിൽ ഈ ലോവർ ഹൈ എന്ന് പറയുന്നത് മാറി ഒരു ഹയ്യർ ഹൈ ആവണം. അതായത് ഈ ഹൈക്ക് മേലെ മാർക്കറ്റിന് ശക്തമായിട്ട് പോകാൻ പറ്റണം. പക്ഷെ ഇവിടെ പോകാൻ ഇപ്പൊ ഫെയിൽ ആയേക്കാണ്, കണ്ട, ഇവിടെ പറ്റണില്ല മാർക്കറ്റ്. അപ്പൊ ഒന്നും കൂടെ മുകളിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരച്ചിട്ട് ഹൈക്കനാഴ്ച ഇവിടെ നോക്കുമ്പോഴേ ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ ഹൈക്കനാഴ്ച ആക്കുമ്പോ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ട് അതിനപ്പുറത്ത് ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോ അതിന് ഫുള്ള് മേലെ ക്ലോസ് ആയിട്ടില്ല. അതൊന്നും ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ചാർട്ട് കറക്റ്റാണെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഒരു ഹൈഡ് ചെയ്യാം. ഓക്കെ, ഹൈക്കനാശി ഇവിടെ ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഹൈക്കനാശി എൻഗൾഫ് ചെയ്തു, ഓൾറെഡി എൻഗൾഫ് ചെയ്തു. അല്ല, അപ്പൊ ആ ക്യാൻഡിൽ അതിന് മേലെ ക്ലോസ് ആവണമെന്നില്ല, ഇങ്ങനെ മതിയോ? ഇങ്ങനെ മതി. ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ വേറെ ഗ്രീൻ ആണെങ്കിൽ നമുക്കത് കൂട്ടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിലിന്റെ മേലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കനാശി എൻഗൾഫിംഗ് ആയി.
അപ്പൊ ലൈക്ക് അപ്സൈഡ് വരുന്നതാണോ? അതെ അതെ അതെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് അത്ര സ്ട്രോങ് അല്ല. ഒരു ഒറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ അല്ലെ. മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര സ്ട്രോങ് ഏരിയ ആണെങ്കിൽ ആ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ, ഇവിടെ ഹൈക്കനാഷിയുടെ ആവശ്യമില്ല, ആക്ച്വലി ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ നമുക്ക് വാങ്ങാമായിരുന്നു. പക്ഷെ ഇത് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വേണം, 1 മിനിറ്റിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. ഈ ഹൈക്കനാശി ഈ ഇൻഡസ്ട്രിയൽ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇത് വന്നു പറഞ്ഞില്ല, അതെനിക്ക് ഒന്നുകൂടി അത് മനസ്സിലായില്ല. 5 മിനിറ്റിന്റെ ഹൈക്കനാഷി അല്ലേ? അതായത് ഇൻഡസ്ട്രിയൽ ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻഡിൽ അല്ലേ, 10:20ന്റെ ഒരു റെഡ് ക്യാൻഡില്. ഈ സമയം നോക്കൂ താഴെ, 10:20ന്റെ ഈ ക്യാൻഡിൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു 10:25 മുതൽ 30 വരെയുള്ള ക്യാൻഡില് അങ്ങോട്ട് എൻഗൾഫ് ചെയ്തല്ലോ. ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ പഠിച്ചിട്ടില്ലേ? അതുപോലെ എൻഗൾഫ് ചെയ്തല്ലോ. അതായത് ഈ അതിന് മുന്നത്തെ 2 ക്യാൻഡിൽസിനെയും എൻഗൾഫ് ചെയ്തു. അതെ അതെ അതെ. അപ്പൊ നമുക്കതൊരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ പോലെ കാണാം. ഞാൻ ഉദ്ദേശിച്ചത് ഈ അതിന് മുന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോ കുറച്ച് താഴെയാണല്ലോ ക്ലോസ് ചെയ്തത്. അതിന് മുമ്പത്തെ എന്ന് പറയാതെ ടൈം ഒന്ന് പറഞ്ഞാൽ നന്നായി. 10:20ന്റെ ആണോ 10:25ന്റെ ആണോ? 10:25ന്റെ. 10:25ന്റെ ക്യാൻഡിൽ ഈ ക്യാൻഡില് മേലെ വരെ പോയി, എന്നിട്ട് പിന്നെ താഴെയാണ് ക്ലോസ് ചെയ്തത്. ഈ 10:25ന്റെ ക്യാൻഡിലോ? അല്ല, മുകളിലാണ് ക്ലോസ് ചെയ്തേക്കണത്. ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസ് മേലെയല്ലേ? അല്ല, അത് അതിന് മുന്നത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോ അതിന്റെ മേലെയല്ല ക്ലോസ് ചെയ്തേക്കണേ, അതിന്റെ ഓപ്പണിന്റെ മേലെയല്ല ക്ലോസ് ചെയ്തേക്കണേ. 10:20ന്റെയും 10:15ന്റെയും ക്യാൻഡിലിന്റെ ഓപ്പണിന്റെ മേലെയായിട്ട് ക്ലോസ് ചെയ്യാൻ 10:25ന് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വാലിഡ് ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആണെങ്കിൽ ഇവിടുന്ന് വാങ്ങാമായിരുന്നു അല്ലെ, ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കായിരുന്നു. ഇവിടുന്ന് കോൾ ഓപ്ഷൻ എടുക്കാവുന്നതിന് 2 കാരണം. ഒന്ന്, ഇവിടെ റൗണ്ട് നമ്പറിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു റെസിസ്റ്റൻസിന്റെയോ ഒന്നും ഒരു പിൻബലമില്ല. 2, മാർക്കറ്റ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നേക്കണതാണ്. അപ്പൊ ആ കറക്ഷൻ പകുതി പോലും എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ ഇനി വീണ്ടും ഫിബൊനാച്ചി 61-78% വന്നേക്കാം, 50 പോലും എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മൊമെന്റം മോഡിലേക്ക് വന്നിട്ട് തിരിച്ച് താഴേക്ക് വരുമ്പോൾ ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് ട്രേഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വരച്ചിട്ട ആ ഒരു കിറ്റ് അല്ലെ, ഇതുപോലെ വന്നിട്ട് തിരിച്ച് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് ട്രേഡ് എടുക്കായിരുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് നല്ല ഡീപ്പ് ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വെക്കുന്നു, ടാർജറ്റ് 1-ന് 2 കിട്ടുന്നു. ഇനി മുകളിലേക്ക് പോയാൽ നമുക്ക് 1-ന് 2 കിട്ടുന്നു, താഴത്തേക്ക് പോയാൽ നമുക്ക് 1 പോകുന്നു അല്ലെ. അങ്ങനെ ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് ട്രേഡ് എടുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു സൂപ്പർ ഹൈ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ലോവർ ലോ ലോവർ ലോ ലോവർ ഹൈ ആയിട്ട് വന്നിട്ട് ഈക്വൽ അല്ലെങ്കിൽ സിമിലർ ഹൈ ആണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് മാർക്കറ്റിൽ വലിയ മൊമെന്റ് ഇല്ല, അവിടെ നല്ല ബയേഴ്സ് വന്നിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കേണ്ടത് 1 മിനിറ്റിലാണോ? 1 മിനിറ്റിൽ ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണും ഹൈക്കനാഷി നോക്കേണ്ടത് നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? അതെ അതെ അതെ. ഇത് മെയിൻ ഫസ്റ്റ് നോക്കാം. ഇത് രണ്ടും നോക്കാം. അതായത് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണും ഹൈക്കനാഷി നോക്കേണ്ടത് 5 മിനിറ്റ്സിൽ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കേണ്ടത് 1 മിനിറ്റിൽ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ സിം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 1 ഡേയിലാണ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഒക്കെ നോക്കാം. ചാർട്ട് പാറ്റേൺസും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ 1 അവറിലോ 30 മിനിറ്റ്സിലോ നോക്കണം, ചെറിയ ടൈം ഫ്രെയിംസുകളിൽ നോക്കണം. ഓക്കെ, ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾ ഒരു 3-4 കൺഫർമേഷൻ വേണ്ടേ? അതെ, 3-4 കൺഫർമേഷൻ വേണം. അപ്പൊ ഇനി ഇവിടെ വേണ്ട ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇനി താഴത്തേക്ക് പോകുമ്പോൾ പുട്ട് എടുക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ, സപ്പോർട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് വന്ന് ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, അടുത്ത ഈക്വൽ ഹൈ ആണ് നിൽക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നാൽ നമുക്കത് ഒരു റെക്റ്റാങ്കിൾ പാറ്റേൺ ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് ആയിട്ട് കൂട്ടാം. അപ്പോൾ താഴത്തേക്ക് കട്ട് ചെയ്യണേ നമുക്ക് എടുക്കാം. ഇനി ഇതുപോലെ ഇതിന് പകരം ഇന്നത്തെ ദിവസം ഡബിൾ ടോപ്പ് ആണോ വന്നത്? എവിടെ? ഇന്നലത്തെ ഒരു ഫോൾ ഉണ്ടായില്ലേ, അതിന് മുന്നേ ഇവിടെയാണ് ഇത് ഡബിൾ ടോപ്പ് ആയിട്ട്, പെർഫെക്റ്റ് ഡബിൾ ടോപ്പ് പ്ലസ് ട്രാപ്പ്. അതെ അതെ, ഈ ഡബിൾ ടോപ്പിന്റെ രണ്ടാമത്തെ ടോപ്പ് അത് ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ എൻട്രി പോകേണ്ട ആവശ്യമുള്ളൂ. കൺഫർമേഷൻ. അതെ അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ ട്രാപ്പ് ഉള്ള കേസിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ പോവാം.
അപ്പോൾ ഡബിൾ ടോപ്പിൽ തന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എം ഷേപ്പ് കാണാം അല്ലെ. അതിൽ രണ്ടാമത്തെ ടോപ്പ് കുറച്ച് മേലെയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അവിടെ ലിക്വിഡിറ്റി ഹണ്ട് കൂടി ഉണ്ട്. അപ്പൊ എന്തുണ്ടായാലും നമുക്ക് ഈ ലിക്വിഡിറ്റി ഹണ്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കെ പോലെയാണെങ്കിൽ നമുക്ക് ആ ഷൂട്ടിംഗ് സ്റ്റാറിൽ തന്നെ ട്രേഡ് എടുക്കാം. അപ്പൊ സാധാരണ ചാർട്ട് പാറ്റേൺ റൂൾ അനുസരിച്ച് നമുക്ക് ഡബിൾ ടോപ്പോ അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പോ ഈ നെക്ക് ലൈൻ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡലിൽ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനും വരച്ചിട്ട് അതും ബ്രേക്ക് ചെയ്യുന്ന അതും നോക്കാൻ പറ്റില്ല നമുക്ക് അതിന് മുന്നത്തെ ട്രെൻഡ് ലൈൻ നോക്കട്ടെ കേട്ടോ. ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നത് എവിടെ ട്രെൻഡ് ലൈൻ ആണ്? ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് താഴെ മുകളിൽ പോണത് അതന്നെ ഇത് അല്ലേ. ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കണത് അത്ര നല്ലതല്ല. അതിന്റെ കാരണം ഞാനിവിടെ വിശദീകരിക്കാം. മാർക്കറ്റ് ഓൾറെഡി ഒരു ഹയർ ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ് ഉണ്ടാവും, ചെറിയ കറക്ഷനാണ് ഉണ്ടാവുക. പിന്നെ ആ കറക്ഷന്റെ ഇന്റൻസിറ്റി കൂടി വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ നാച്ചുറലി ബ്രേക്ക് ആവും. അത് കണ്ട് നമ്മൾ ഒരിക്കലും ഷോർട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ആണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത്. അത് ഈ വിലക്കല്ല, വീണ്ടും തിരിച്ച് പ്രീമിയത്തിലേക്ക് കയറിയാൽ ഈ വിലക്ക്. ഇത് പക്ഷെ പല ആൾക്കാരും ചെയ്യാറുണ്ട് അല്ലെ. ഇനി നേരെ മറിച്ച് ഡൗൺവേർഡ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ള കാര്യമായിരിക്കും. ട്രെൻഡ് ലൈൻ എന്ന് കേൾക്കുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഡീപ്പ് കറക്ഷൻസ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല, ഇത് വീണ്ടും തന്നെ വരാനുള്ളതാണ്. നമുക്കിനി മുകളിലേക്ക് ബൈ ചെയ്യണമെങ്കിൽ ഇനി ഇവിടെ നിങ്ങളുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവണം. അത് നല്ല ബിഗ് ക്യാൻഡിൽസ് ആയിട്ടോ ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ചടപടാന്ന് ഇതുപോലെ ഒരു ഫയർ മൂവ് ഉണ്ടാവണം. അതിനുശേഷം നമുക്ക് വല വിരിക്കാം. ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടാൽ ഓടിപ്പോയി അവിടെ നിന്ന് വാങ്ങരുത്, വീണ്ടും വെയിറ്റ് ചെയ്യുക, അലേർട്ട് ഇട്ട് വെക്കുക. സ്ലോവില് നമ്മുടെ ഡിമാൻഡ് സോണിലേക്ക് എത്തിയാൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞൊരു പ്രൈസ് ആക്ഷൻ മിസ്റ്റേക്ക് ആണ്. ക്ലാസിക്കലായിട്ടുള്ള പല ആൾക്കാരും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജീനെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയ കാര്യം മാറ്റി കഴിഞ്ഞാൽ നല്ല ട്രേഡുകൾ കിട്ടും. ഈ ട്രെൻഡ് ലൈൻ ഇത്ര സ്ലോപ്പിൽ വരയ്ക്കാതെ വളരെ ഷാളോവായിട്ടുള്ള ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ബെസ്റ്റ് ആണ്. മാർക്കറ്റ് ഇവിടെ തട്ടി കൺസോൾഡേറ്റ് ചെയ്തു പൊട്ടി, അടിപൊളി ട്രേഡാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നോക്കാം, ദ സ്ലോപ്പർ ദ ട്രെൻഡ് ലൈൻ ദ വേഴ്സ് ഇറ്റ് ഈസ്. വളരെ സ്ലോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പ്രയാസമാണ്. ഇങ്ങനെ കയറി പോകില്ലേ, ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കരുത്. അതെപ്പോഴും ബ്രേക്ക് ചെയ്യുന്നത് സ്വാഭാവികമല്ലേ. നേരെ മറിച്ച് മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. ഈ ട്രെൻഡ് ലൈൻ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. കാരണം എന്താ, ഇത് നമുക്ക് വളരെ ഡീപ്പിൽ ഓൾറെഡി എത്തി പ്രൈസ് അല്ലെ. ഈ കറക്ഷൻ മാക്സിമം ഡീപ്പിലെത്തി. ഇനി നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വളരെ ടൈറ്റ് ആണ്, ചെറുതാണ്, ടാർഗറ്റ് വളരെ വലുതാണ്. അപ്പോൾ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ എപ്പോഴും ദ സ്ലോപ്പർ ദ ട്രെൻഡ് ലൈൻ ദ ബെറ്റർ. ലെസ് സ്ലോപ്പർ. ഓക്കെ, അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം പോലെയാണ് ഇരിക്കുക. ഇപ്പോൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ 1 hour ചാർട്ടിന്റെ ട്രാപ്പാണ് കാണേണ്ടത്. 1 ഡേയുടെ ട്രാപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ സ്കാൽപ്പർ ആയതുകൊണ്ട് 1 minute 5 minute ട്രാപ്പാണ് നോക്കേണ്ടത്. എൻജിയുടെ ചാർട്ട് നാച്ചുറൽ ഗ്യാസിന്റെ അതിന്റെ ചാർട്ട് വെച്ചിട്ട് ഇതുപോലെ ഗ്രീൻ പോകുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ടെക്നാശി വെച്ചിട്ട് ഒന്ന് കാണിക്കാവോ? ഏതിന്റെയാണ് പറഞ്ഞത്? നാച്ചുറൽ ഗ്യാസിലെ ഇപ്പോഴേക്ക് അതൊരു റെഡ് കഴിഞ്ഞിട്ട് ഗ്രീൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് ക്യാൻഡിൽ ഒന്ന് കാണിക്കാം. നാച്ചുറൽ ഗ്യാസിന്റെ ഓക്കെ, സിമ്പിൾ എന്ന് പറഞ്ഞേ അതില് ഏതാണ്, ഏത് ചാർട്ടാണ്? ഫ്യൂച്ചേഴ്സിന്റെ ആണോ സ്പോട്ടിന്റെ ആണോ? ഇതാണോ?
MCX-ല് മിനി. ഓക്കെ, മിനി. അതെ 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 ഓക്കെ. ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സിന്റെ ഏത് മന്തിന്റെയാണ്? സ്പോട്ടിന്റെ ആണോ ഫ്യൂച്ചേഴ്സിന്റെ ആണോ? ഫ്യൂച്ചേഴ്സിന്റെ ഓക്കെ, അതിലേത് മന്തിന്റെയാണ്? മിഡ് ക്ലോസ് മന്ത് ജൂൺ ആണോ? മന്തായിട്ട് എടുത്തില്ല ഞാൻ. മിനി ഫ്യൂച്ചേഴ്സ് ഓക്കെ, മന്തായിട്ടാണോ നോക്ക്? ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ എത്ര നാളത്തേക്കാണ് എടുക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്ത്. ഓക്കെ, അതില് ഇത് എത്ര ഹെക്നാഷി 5 മിനിറ്റ്? മിനിറ്റ്സിൽ നോക്കുമ്പോ ഹൈക്കനാഷി 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടുത്തെ താഴത്ത് ഇതൊരു ഡിമാൻഡ് സോൺ ആയിരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് തിരിയുമ്പോൾ ബൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാൻഡില് തന്നെ നമ്മുടെ ഈ റെഡ് ക്യാൻഡിലിന്റെ മേലേക്ക് ക്ലോസ് ചെയ്തു അല്ലെ? ആ ക്ലോസ് ചെയ്ത നിലയ്ക്ക് ഇവിടെ തന്നെ കൺഫർമേഷൻ ആയിട്ട് വാങ്ങാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിനടിയിൽ വെക്കാം. ഇനി നേരെ മറിച്ച് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ക്യാൻഡിലും കൂടിയും കഴിഞ്ഞിട്ടേ വാങ്ങാവൂ. ഈ ഒരു ക്യാൻഡിൽ ഒരു ഹൈഫൺ പോലെ ചെറുതാണ് വിചാരിച്ചു. ഗ്രീൻ ആണ് ബട്ട് ചെറുതാണ്, ഇതിന്റെ മേലേക്ക് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഒരു ക്യാൻഡിലും കൂടി മുകളിലേക്ക് ക്ലോസ് ചെയ്യണം. അതായത് ഈ ഒരു അവസാനം ഉണ്ടാക്കിയ റെഡ് ക്യാൻഡിലിന്റെ മേലെ ക്ലോസ് ചെയ്യണം എന്നുള്ളത് വെച്ചാൽ മതി. ഇതിലിപ്പോ മേലെ ക്ലോസ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇതിലിപ്പോ മേലെ ക്ലോസ് ആയിട്ടുണ്ട്. ഇതിപ്പോ ലൈക്ക് കറക്റ്റ് എൻട്രി ആണല്ലേ? കറക്റ്റ് എൻട്രി ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ്, എപ്പോഴും നമ്മൾ ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. അല്ല ട്രെൻഡിന് ലൈക്ക് ഇത് ബിയറിഷ് ആണല്ലോ. അതെ, ബെയറിഷ് ആണ്. അപ്പോൾ ഒഴുക്കിനെതിരെ ബൈ ചെയ്യാതെ ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നല്ല എക്സാമ്പിൾ ആണ്. ഇപ്പോൾ പ്രീവിയസ് സപ്പോർട്ട് വീണ്ടും റെസിസ്റ്റൻസ് ആവുന്ന സ്പോട്ട് അല്ലേ? ഇവിടുത്തെ റെസിസ്റ്റൻസ് വീണ്ടും സപ്പോർട്ട് ആവുന്നു. ഇവിടെ വന്നിട്ട് ഹൈക്കനാഷി ഗ്രീൻ ആവുന്നത് എവിടെയാണ്? ഈ ക്യാൻഡിൽ നമ്മൾ കൂട്ടരുത്, ഈ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൽ നമ്മൾ പുട്ട് വാങ്ങാം. ഇതിന്റെ മേലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, 1:2 ടാർജറ്റ് വയ്ക്കുക. ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സെൻസിബിളിൽ പോയിട്ട് ഇപ്പോൾ ഒരു നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കണത്, എക്സിക്യൂട്ട് ചെയ്യണത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്താലുള്ള എഫക്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ സെൻസിബിൾ എല്ലാവരും നമ്മുടെ ബേസിക് ക്ലാസ്സിൽ കണ്ടേക്കണതല്ലേ? എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ബേസിക് ക്ലാസ്സിൽ കവർ ചെയ്തേക്കണതല്ലേ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. ഇതിപ്പോ നമ്മുടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോ അതിനെ ബുള്ളിഷ് ആയിട്ടാണ് ബെയറിഷ് ആയിട്ടാണ് എടുക്കുക? ഗ്യാപ്പ് അപ്പ് മുകളിൽ പോയിട്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ? അപ്പൊ അതിനെ നമ്മൾ ബുള്ളിഷ് ആയിട്ട് ബെയറിഷ് ആയിട്ടാണ് എടുക്കുക? ഗ്യാപ്പ് അപ്പ് ചെറിയ ഗ്യാപ്പ് അപ്പ് ആണ്. മറബസു ക്യാൻഡിലൊക്കെ ആണെങ്കിൽ ബുള്ളിഷ് ആയിട്ടാണ് എടുക്കുക. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുക. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, എക്സ്ട്രീം വൈഡ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ റിവേഴ്സിൽ ട്രേഡ് ആണ് എടുക്കുക. ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കെ കിട്ടുകയാണെങ്കിൽ സെല് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് സെൻസിബിൾ നോക്കാം അല്ലെ? സെൻസിബിളിൽ എല്ലാവരും കണ്ടേക്കണതല്ലേ? അതിന്റെ ബേസിക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സെൻസിബിളിൽ എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള ട്രേഡ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രേഡ് ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്ന് സങ്കല്പിക്കാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊരു പുട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏത് സ്ട്രൈക്കാണ് ചൂസ് ചെയ്യുക? അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ നോക്കി വെച്ചിട്ട് വേണം സെൻസിബിളിലേക്ക് വരാൻ അല്ലേ? ഏത് സ്ട്രൈക്കാണ് ATM? നമ്മളെപ്പോഴും ബിഗിനേഴ്സിനോട് പറയാറുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ OTM-ലോ ITM-ലോ ട്രേഡ് ചെയ്യാതിരിക്കുക. ATM ആണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്ട്രൈക്കിലാണ് ഏറ്റവും കുറവ് സ്പ്രെഡ് വരിക. അപ്പോൾ അതാണ് ബിഗിനേഴ്സിന് ആപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ATM എത്രയാണ്? ആരെങ്കിലും പറയാമോ? ഓരോ 50ന്റെ ഗുണിതങ്ങളിലുമാണ് ബഫർ ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ATM എത്രയായിരിക്കും? 23,342 ഇപ്പോഴത്തെ പ്രൈസ്. കറക്റ്റ്. അപ്പൊ 23,350 നമുക്ക് അടിക്കണം. അപ്പൊ ഇവിടെ സെൻസിബിളിൽ വന്നാൽ ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയാൽ
സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോപ്പുലർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് സെൻസിബിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തുകൊണ്ടാണ് ആ പേരെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് ഇപ്പോൾ വരുന്നത് ഒരു ഓപ്ഷൻ ബൈ ചെയ്താൽ അത് പ്രൈസ് എത്ര പോകുന്നതിനനുസരിച്ച് നമുക്ക് എത്ര ലാഭം കിട്ടും, നഷ്ടം വരും, അല്ലെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ നമ്മളോട് വന്നത്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് അറിയാം. നമുക്ക് വേണമെങ്കിൽ NSE ഓപ്ഷൻ ചെയിനിൽ പോയാലും നമുക്കറിയാം എത്ര രൂപ വരും പ്രീമിയം എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ മാർക്കറ്റ് മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് എത്ര ലാഭം വരും, എത്ര നഷ്ടം വരും എന്നുള്ള കാര്യം അറിയാനാണ് നമ്മൾ സെൻസിബിൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 23,350 ആണ് നമ്മളുടെ ATM. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പുട്ട് ബൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. പുട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ക്യാപിറ്റൽ വേണമെന്നുള്ളത് അറിയണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി, റൈറ്റ് സൈഡിലേക്ക് ടോപ്പിലേക്ക് നോക്കിയാൽ മതി. 8,564 രൂപയാണ് ഒരു ലോട്ടിന്. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം പുട്ട് ഓപ്ഷൻ ബൈ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ. അറ്റ് ദ മണി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടായിരിക്കും. പലപ്പോഴും അത് കറക്റ്റ് ആവണമെന്നില്ല, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് സ്പോട്ടിൽ നോക്കിയിട്ട് തന്നെ അറ്റ് ദ മണി ചൂസ് ചെയ്യാം, ഡൺ കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 131.75 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് വാങ്ങുകയാണെങ്കിൽ 131.75 വെച്ച് ലോട്ട് സൈസ് നമുക്ക് കാണണമെങ്കിൽ നിഫ്റ്റിയുടെ നമുക്ക് കാണാപ്പാടം നമ്മൾ ഓർത്ത് വയ്ക്കുക 65 സ്റ്റോക്കിൻ്റെ ആണെങ്കിൽ ലോട്ട് സൈസ് അറിയണമെങ്കിൽ ഇവിടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം 65. ഓക്കെ, അപ്പോൾ ലോട്ട് സൈസ് ഇൻറ്റു ഈ പ്രീമിയം അതാണ് നമ്മൾ കെട്ടേണ്ട വരുന്ന പൈസ. അപ്പോൾ 131.75 ഇൻറ്റു 65 എത്രയാണ്? 8,564 രൂപയാണ് നമ്മൾ പേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ലോസ് വരാനുള്ള സാധ്യത ആ 8,565 അതൊറ്റ ദിവസം കൊണ്ടല്ല, ഇത് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, ഏകദേശം ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇന്നൊരു ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മൾ പുട്ട് എടുക്കണേന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇതാ ഏകദേശം ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചോ, 23,383. ടാർജറ്റ് ഇവിടെയാണ് നമ്മൾ ടാർജറ്റ് എന്ന് വിചാരിച്ചു. അതായത് അടുത്ത സപ്പോർട്ടിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ച ഇവിടെയാണ് നമ്മുടെ ടാർജറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ലോസ് എത്ര സമയം കഴിഞ്ഞ് പോകുന്തോറും വരും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇന്ത്യയിൽ തന്നെ ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് സ്മൂത്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണതുള്ളൂ. ഇതിനൊരു അപരക്കാരൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓബ്സ്ട്രാ എഡ്ജ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. പക്ഷെ അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടി സ്മൂത്താണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ സെൻസിബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്, 2 സ്ലൈഡേഴ്സ് ഇവിടെ ഉണ്ട്. ഒന്ന് പ്രൈസ് സ്ലൈഡർ, ഒന്ന് ടൈം സ്ലൈഡർ. ഇത് രണ്ടും നമ്മൾ കൊടുക്കണം. എവിടെയാണ് പ്രൈസ് നിൽക്കേണ്ടത്, എവിടെയാണ് ഡേറ്റ് എന്നുള്ളത് നമ്മൾ കൊടുത്താലാണ് ഈ സെൻസിബിളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട്, അതായത് എത്ര ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരും എന്നുള്ളത് തരാം. അപ്പോൾ അതൊരു ഗ്രാഫായിട്ട് കാണിക്കുന്ന ഒരു ഏരിയയാണ് പേ ഓഫ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 16 ജൂൺ ആ കോൺട്രാക്റ്റാണ് നമ്മളിപ്പോൾ പുട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സമയം നോക്കുകയാണെങ്കിൽ 16 എക്സ്പയറി. അപ്പോൾ എക്സ്പയറിയിൽ എത്ര ലോസ് വരും പ്രോഫിറ്റ് വരും എന്ന് അറിയണമെങ്കിൽ ഈ സ്ലൈഡർ ഏറ്റവും അറ്റത്ത് ഇടണം അല്ലേ. പക്ഷെ നമ്മളിത് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ലൈഡറിൽ അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 3:30 നമുക്ക് എത്ര ലോസ് വരുന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രൈസ് ലോസും പ്രോഫിറ്റും അല്ലേ. അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഒന്ന് സ്റ്റോപ്പ് ലോസ് 23,383, അതിവിടെ അടിച്ചു കൊടുക്കാം. 23,383 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1,321 രൂപയായിരിക്കും നമുക്ക് ലോസ്. ഇന്ന് നമ്മൾ മൊത്തം ഇത് ഹോൾഡ് ചെയ്തു, മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, ടാർജറ്റ് അടിച്ചില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വരുന്ന സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഈ സ്റ്റോപ്പ് ലോസ് ഇന്ന് വൈകിട്ട് 3:30 അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ലോസാണ് 1,300 ചില്ലാണ്. ഇനി മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നോക്കാം 23,343, അത് ഇവിടെ അടിച്ചു കൊടുക്കാം.
23,343 അല്ലേ? അതെവിടെയും കാണാം നമുക്ക് 44, 45, 46. അപ്പം ആ ഒരു എമൗണ്ട് കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചാൽ ഇതാ ഇന്ന് വൈകുന്നേരം വരെ മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലോസ് 1300 പകരം വെറും 300 വരിക അല്ലെ, 329 രൂപ. ഇനി നമ്മുടെ ടാർജറ്റ് അടിച്ചാൽ, ടാർജറ്റ് ഇന്ന് തന്നെ നമ്മുടെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ടാർജറ്റ് എത്രയാണ്? 23,145 അല്ലേ? അപ്പോൾ അത് ഇവിടെ അടിച്ചു കൊടുക്കാം. 23,145 എത്രയാണ്? 7,576 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. 23,145 മനസ്സിലായി? ഏകദേശം 1% നിഫ്റ്റി വീണ് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടേക്ക് എത്താണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇത് എത്ര ഫാസ്റ്റായിട്ട് എത്തുന്നോ അത്രയും പ്രോഫിറ്റബിൾ ആണ്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് നാളെയാണ് എത്തിയെന്ന് വിചാരിച്ചോ, മൺഡേ 15 ജൂൺ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ ഇനി തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഉള്ളത്. തിങ്കളാഴ്ച എത്തിയാലോ ഏകദേശം 5,000 രൂപയെ കിട്ടുള്ളൂ. ഇന്ന് എത്തിക്കഴിഞ്ഞാൽ 7,500 രൂപ കിട്ടും. ആ ശനി ഞായറും കടന്നു പോകുന്നതിനനുസരിച്ച് 2,500 രൂപ കുറവേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മളിത് ഇന്ന് ക്യാൻസൽ ചെയ്തില്ല എന്ന് വിചാരിച്ചോ, മാർക്കറ്റ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വീണ്ടും കുറച്ച് താഴെയോ മേലെയോ ആവട്ടെ, വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതായത് 23,350 തന്നെ നിൽക്കുകയാണെന്ന് സങ്കല്പിച്ചോ. അപ്പോൾ നമുക്ക് എത്ര ലോസ് വരുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 23,350 അടിച്ചു കൊടുക്കണം, എൻ്റർ. $4,300 ലോസ് വരും. അപ്പോൾ ഇതിനെയാണ് പ്രീമിയം മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് അവിടെ തന്നെ നിന്നാലും, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 23,356 അല്ലേ? അപ്പോൾ പ്രൈസ് അവിടെ തന്നെ നിന്നാലും മാർക്കറ്റ് സമയം കടന്നു പോകും തോറും, ശനി ഞായറും കടന്നു പോകും തോറും വലിയ മാറ്റം വരും. വെറുതെ 4,496 രൂപ പോകും. അപ്പോൾ അതിനെയാണ് പ്രീമിയം മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സെൻസിബിൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റോക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടെത്താം. അത് വേണമെങ്കിൽ നമുക്ക് ചാർട്ടിൽ നോക്കിയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ നോക്കിയിട്ട് നോക്കാം, അല്ലെങ്കിൽ ChatGPT-യോട് ജസ്റ്റ് ചോദിച്ചു നോക്കിയാലും മതി. F&L-ഉള്ള 1000 രൂപയുടെ അടുത്തുള്ള ഒരു സ്റ്റോക്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, നൗക്കറി ഉണ്ട്, മാക്സ് ഹെൽത്ത് ഉണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ലോഡ് ചെയ്യുക. നിഫ്റ്റിയിൽ ഇത് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് സ്റ്റോക്കിൻ്റെ വിലയിൽ ഇത് അറിയുന്നതാണ് അല്ലേ? ഇപ്പോൾ SBIN ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലൊരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും, ഇപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തത് അടുത്തായിട്ട് നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ അതിന് എത്ര രൂപ വേണമെന്നുള്ളത് നോക്കുക അല്ലേ? ഇനി താഴെ വന്നിട്ട് ഈ ഒരു ഡേറ്റ് ആൻഡ് സ്ലൈഡ് ടൈം സ്ലൈഡർ യൂസ് ചെയ്തിട്ട് ഒരു 9-ഓ 12-ഓ നിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊന്ന് വിശകലനം ചെയ്യാം. ഇതൊരു എക്സസൈസാണ്. നിങ്ങൾ ചെയ്യും തോറാണ് ഈ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യകത മനസ്സിലാവുള്ളൂ. ഓപ്ഷൻസിൻ്റെ പ്രീമിയം എങ്ങനെയാണ് മെൽറ്റ് ആവണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. മാർക്കറ്റ് സമയം കഴിയും തോറും മുകളിലേക്കും താഴത്തേക്കും പോകുന്നതിനനുസരിച്ച് നമുക്ക് എത്ര പ്രോഫിറ്റ് ലോസ് വരുന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 12 നിലയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കാം. 1-2 എക്സാമ്പിൾസ് നമുക്ക് കൂടെ കാണാം. SBIN അല്ലേ? SBIN ഒരു 1 hour ചാർട്ട് എടുക്കുക. അതായത് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിംസിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഒരു ക്ലാരിറ്റിക്ക് എപ്പോഴും അത് എങ്ങനെ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിൽ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് SBIN വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഓക്കെ, ഏകദേശം ഒരു 3% താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസും 6% മേലെ നമ്മുടെ ടാർജറ്റും ഇരിക്കട്ടെ, ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ 12-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ മാസത്തെ എക്സ്പയറി എന്ന് പറയുന്നത് എന്നായിരിക്കും? ഓപ്ഷൻസിൽ എന്നാണ് എക്സ്പയറി അറിയാമോ ആരെങ്കിലും? ട്യൂസ്ഡേ അല്ല, വ്യാഴാഴ്ചയാണ്. നമ്മുടെ നിഫ്റ്റിയിൽ ട്യൂസ്ഡേ. ഓപ്ഷൻസിൽ സ്റ്റോക്സുകളിൽ എല്ലാ മാസവും മാത്രമാണ് എക്സ്പയറി ഉള്ളൂ, എല്ലാ ആഴ്ചയിലില്ല. അതെല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഡേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് നമുക്ക് കൂടെ കാണാം, 30th ജൂൺ.
ഇന്ന് 12-ാം തീയതി ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ ടൈം സ്ലൈഡറിൽ നമ്മൾ മനസ്സിലാക്കുക 12-ാം തീയതി തുടങ്ങി 30-ാം തീയതി വരെയാണ് ഈ ടൈം സ്ലൈഡർ യൂസ് ചെയ്യുക. ഇവിടെ ലെഫ്റ്റിൽ എടുക്കുന്നത് 12-ാം തീയതിയാണ്. ഇങ്ങനെ പോകും തോറും 14, 15 അങ്ങനെ പോകും അല്ല. എക്സ്പയറി ഡേറ്റിൽ എന്ത് സംഭവിക്കണം എന്ന് അറിയണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് നോക്കണം. അപ്പോൾ ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതായത് ഇപ്പം ഇന്ന് നമ്മൾ തിങ്കളാഴ്ചയാണ്. മൺഡേ SBIയിൽ ഇത്ര മൂവ്മെന്റ് ഉണ്ടായാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വരും ലോസ് വരും എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് നോക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, പ്രൈസ് അവിടെ തന്നെ നിന്നാൽ, ടാർഗറ്റ് അടിച്ചാൽ, 3 സിനാറിയോ അല്ലേ. അപ്പോൾ സിനാറിയോ നമ്പർ 1 മൺഡേ തന്നെ. അപ്പോൾ ഇവിടെ ഒരു വര വരയ്ക്കുന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അടുത്ത വെള്ളിയാഴ്ച ഇനി എക്സ്പയറിക്ക് 3 വര വരയ്ക്കാം അല്ലേ. എക്സ്പയറിക്ക് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതുപോലെ തന്നെ മിഡ് ഒരാഴ്ച ഗ്യാപ്പിൽ, അതുപോലെ തന്നെ എക്സ്പയറിക്ക് എന്ത് സംഭവിക്കുന്നുണ്ടോ നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ SBIN 3% താഴ്ത്തേക്ക് ഇറങ്ങിയാൽ, അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നോക്കി വെക്കുക 984. ഓക്കെ, 984 ഇവിടെ ടൈപ്പ് ചെയ്യാം. 984 ഇവിടെ ടൈപ്പ് ചെയ്യാം. 10,000 രൂപയായിരിക്കും നമുക്ക് ലോസ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ വേണ്ടത് 13,000 രൂപയാണ്. അതിലൊരു മേജർ എമൗണ്ട് നമുക്ക് അവിടെ ലോസ് വരുന്നുണ്ട് അല്ലേ. ഇനി എക്സ്പയറി വരെ ഹോൾഡ് ചെയ്താൽ നമ്മുടെ ലോസ് നോക്കാം. അതിനെന്ത് ചെയ്യാം, എക്സ്പയറി ഡേറ്റിലേക്ക് ഇടാം. അപ്പോൾ നമുക്കറിയാം 13,000 രൂപ, അതായത് നമ്മൾ കെട്ടിവെച്ച പൈസ മൊത്തം പോകും മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ അല്ലേ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച. അപ്പോൾ ടൈം സ്ലൈഡറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത വെള്ളിയാഴ്ച എത്ര രൂപ ലോസ് വരും നോക്കാം, 10,000. അപ്പോൾ ഇപ്പം നമ്മൾ SBI വാങ്ങിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് ബുധനാഴ്ച കാലത്ത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9,000 രൂപയാണ് ലോസ് വരുള്ളൂ. അടുത്ത വെള്ളിയാഴ്ച ആണെങ്കിൽ 10,000. അടുത്ത എക്സ്പയറി ഡേറ്റിൽ നമുക്ക് 13,000. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ നോക്കുക, സ്പോട്ട് പ്രൈസ് നോക്കുക, 1012 രൂപ 80 പൈസ. അത് തന്നെ ഇവിടെ അടിക്കുക, 1012 രൂപ 80 പൈസ. 1012 രൂപ 80 പൈസ അല്ലേ. മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ, ഇന്ന് വൈകുന്നേരം വരെ മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ 1000 രൂപയാണ് നമുക്ക് ലോസ് വരാം അല്ലേ. അതാണ് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. മാർക്കറ്റ് അവിടെ തന്നെ ഒരു ദിവസം നിന്നാൽ ഏകദേശം ഒരു 800-900 രൂപ ലോസ് വരും. സൺഡേയും ഫ്രൈഡേ, ഓക്കെ, സൺഡേ അതുപോലെ തന്നെ സാറ്റർഡേയും കടന്നു പോയാൽ, 2 ദിവസം കടന്നു പോയാൽ 2,300 രൂപയാണ് നമുക്ക് ലോസ് വരാം. ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളിത് ഹോൾഡ് ചെയ്തു, മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലെങ്കിൽ 5,000 രൂപ വെറുതെ പോകും. അപ്പോൾ അതാണ് ഓപ്ഷൻ ബയറുടെ വലിയൊരു അഡ്വാൻറ്റേജ്. സമയം കടന്നു പോകുന്നതിനനുസരിച്ചും പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പയറിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഫുൾ ലോസ് അല്ലേ. ഇനി പ്രോഫിറ്റിലേക്ക് കടക്കാം. പ്രോഫിറ്റ് നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് അല്ലേ. ഈ ടാർഗറ്റിൽ ഇന്ന് തന്നെ എത്തിക്കഴിഞ്ഞാൽ, ഇന്നെത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നറിയാം, നമ്മളൊന്ന് അസ്യൂം ചെയ്യണമെന്നുള്ളൂ, പഠിക്കാൻ വേണ്ടി അസ്യൂം ചെയ്യണമെന്നുള്ളൂ. നാളെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഗ്യാപ്പ് അപ്പ് കിട്ടി എത്തിക്കഴിഞ്ഞാൽ, നാളെ എന്ന് പറഞ്ഞാൽ മൺഡേ അടുത്ത വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ, എക്സ്പയറി ഡേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാൻ പോണേ. അതായത് ഒരേ മൂവ്മെന്റ് ആണ് പ്രൈസിൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പോണത്. 3 സിനാരിയോസിൽ മൺഡേ, ഇന്ന് വൈകുന്നേരം, മൺഡേ, പിന്നെ എന്താണ് ഫ്രൈഡേ, എക്സ്പയറി ഡേ. ഇവിടെ പ്രൈസ് ഓർത്ത് വയ്ക്കുക 1079 ആണ്. അപ്പോൾ 1079 ഇവിടെ ടൈപ്പ് ചെയ്യാം, 1079. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ എത്തിക്കഴിഞ്ഞാൽ 34,000 രൂപ കിട്ടും. മൺഡേ എത്തിക്കഴിഞ്ഞാൽ 33,000 കിട്ടുള്ളൂ. ഫ്രൈഡേ എത്തിക്കഴിഞ്ഞാൽ 32,000. എക്സ്പയറിയിൽ എത്തിക്കഴിഞ്ഞാൽ 30,000. അപ്പോൾ ഇതാണ് ഓപ്ഷൻസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്. അതായത് നമുക്ക് വെറും 13,000 രൂപ ക്യാപിറ്റലുമോ വലിയ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പക്ഷേ മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോസ് വന്നുകൊണ്ടിരിക്കും അല്ലേ. മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഏകദേശം ഒരു 1,000 രൂപ ഓപ്ഷൻസിൽ, അതുപോലെ ഒരു വീക്കെൻഡ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം 2,000 രൂപ 3,000 രൂപ, അതുപോലെ ഒരു 1 വീക്ക് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 4,000-5,000 രൂപ. എക്സ്പയറി വരെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച പ്രീമിയം ആയിട്ടുള്ള 13,000.
അപ്പോൾ ഇതൊരിക്കലും നമുക്ക് എത്ര രൂപ ആണെന്നുള്ളത് നമുക്ക് എന്താണ് കാണാപാഠം പഠിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഇത് ഓരോ ഓപ്ഷൻസിനനുസരിച്ചും ഓരോ സ്ട്രൈക്കിനനുസരിച്ച് നമ്മളിപ്പോൾ അത്തമണി മാത്രമാണ് കണ്ടേക്കുന്നത്. OTM ഇതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ITM ഇതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും ഒരു ടേബിളായിട്ട് നമുക്ക് ഇത് എഴുതി വെക്കാൻ പറ്റില്ല. മാർക്കറ്റ് ഇത്ര സഞ്ചരിച്ചാൽ ഇത്ര, അങ്ങനെ ടേബിളായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെൻസിബിൾ ഇത്ര പോപ്പുലർ ആയത്. അപ്പോൾ എല്ലാ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മളത് അളന്ന് നോക്കാം, നമുക്ക് എത്ര ലോസ് വരും എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ലോട്ട് സൈസ് തീരുമാനിക്കുക. അതാണ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയ്ക്കാണ് ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓപ്ഷൻസ് ചെയ്യാൻ 10 ലക്ഷം രൂപ വേണ്ട, 13,000 മതി. എന്നാലും അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയേഴ്സൊക്കെ വിശ്വസിക്കുന്നത് അവരുടെ ക്യാപിറ്റലിൻ്റെ 1% ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് ഏകദേശം 10,000 രൂപയാണ് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് ഓപ്ഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ, തിങ്കളാഴ്ച വരെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപ നമുക്ക് ലോസ് വരും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഏകദേശം 4,000 രൂപ ലോസ് വരും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എത്ര ലോട്ട് എടുക്കണം? 2 ലോട്ട് നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ആൾക്ക് ഒരു ലോട്ട് എടുത്താൽ തിങ്കളാഴ്ച വരെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 4,500-5,000 രൂപ ലോസ് വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലാണ് നമ്മുടെ പൊസിഷൻ സൈസിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്, അതിൽ നമുക്ക് എത്ര ലോട്ട് എടുക്കാം, അല്ലെങ്കിൽ എത്ര സമയം ഹോൾഡ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഇത്ര വലിയ എഫക്റ്റ് ഇല്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ 1000 രൂപയൊക്കെയാണ് നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 50,000 ക്യാപിറ്റലുള്ള ആൾക്കും നമുക്ക് സ്റ്റോക്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇൻട്രാഡേ സ്കാൽപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വളരെ കുറവ് എഫക്റ്റേ വരുള്ളൂ അല്ലേ? ഒരു 500 രൂപ 600 രൂപയുടെയൊക്കെ എഫക്റ്റ് മിനിമത്തിൽ വരും അല്ലേ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000-1500 രൂപയൊക്കെ നമുക്ക് പോകും. അപ്പോൾ ഇത്രയും എഫക്റ്റ് ഇല്ലാതെ വളരെ എഫക്റ്റ് കുറച്ച് ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻ സെല്ലിങ്. ഓക്കെ, ഓപ്ഷൻ സെല്ലിങ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? ഹെഡ്ജിങ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഓപ്ഷൻ ബൈങ്ങിൽ ഇത്രയും സ്റ്റോക്സിലൊക്കെ പ്രത്യേകിച്ചും ഓപ്ഷൻ ബൈങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും ക്യാപിറ്റൽ വേണം. അതായത് ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയുള്ള ആൾക്കാണ് 1% റിസ്ക് എടുത്തുകൊണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ സ്വിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്ത് പഠിക്കാൻ ഓപ്ഷൻ ബൈങ് ഒക്കെ ആണെങ്കിൽ നിഫ്റ്റി ഫോക്കസ് ചെയ്യും. ഓപ്ഷൻസ് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ടാർഗറ്റ് ഇതുപോലെ നമ്മുടെ സാധാ സ്റ്റോക്കിലൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഓപ്ഷൻ ട്രേഡിംഗിൽ? സ്വിംഗ് ട്രേഡിംഗിലോ? സ്വിംഗ് ട്രേഡിംഗിലൊക്കെ നമ്മൾ ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാലോ? ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷൻ ട്രേഡിംഗിൽ ഞാൻ ബൈ ചെയ്യുന്നത് നോക്കിയിട്ടില്ല. അപ്പൊ അതിൽ ബൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ പറ്റുമോ നമുക്ക് ഇങ്ങനെ? കാരണം അറിയോ, നമുക്ക് സ്വിംഗ് ട്രേഡിംഗിൽ തന്നെ ഓൾറെഡി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അറിയാലോ, സ്വിംഗ് ട്രേഡിംഗിൽ GTT ചെയ്യാലോ? GTT ചെയ്യാം. ഈ GTT ചെയ്യുന്ന സ്റ്റോപ്പ് ലോസിന് വാലിഡിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ അത് ചാടി പോയേക്കാം. ഇപ്പൊ ഒരു 1000 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് നാളെ ഓപ്പൺ ചെയ്യുന്നത് 950-ലാണെന്ന് വിചാരിച്ചോ, നമ്മൾ സ്റ്റോപ്പ് ലോസ് 990 വെക്കുന്ന ഒരു അർത്ഥമില്ല. പക്ഷെ അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യേണ്ടതല്ലേ? കാരണം എല്ലാ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യണ്ടേ നമ്മുടെ സ്റ്റോപ്പ് ലോസ്? അതാണ് ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ ട്രേഡിംഗിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ? ഞാൻ ബൈ ചെയ്ത് കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ അലേർട്സുകൾ വെച്ചിട്ട് ആ അലേർട്സുകൾ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക വേണ്ടത്. ജസ്റ്റ് ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ അലേർട്ട് വെക്കുക. അപ്പൊ ഓപ്ഷൻസിൽ നമുക്കിപ്പം ടാർഗറ്റും ഇത് സെറ്റ് ചെയ്യത്തില്ല, നമ്മൾ മോണിറ്റർ ചെയ്യണം. നമുക്ക് ഇൻട്രാഡേ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സ്വിംഗിലാണെങ്കിൽ നമ്മളത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നമ്മൾ മോണിറ്റർ ചെയ്യാണ് നല്ലത്. നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രോക്കർ ആപ്പാണ് യൂസ് ചെയ്യുന്നത്, സെറോദി ആണെങ്കിൽ അതിൽ നമുക്ക് അൺലിമിറ്റഡ് അലേർട്സ് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അലേർട്ട് വെക്കുക. ആ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എത്തുമ്പോൾ അത് മാനുവലി എക്സിറ്റ് ചെയ്യാം. സാധാരണ ഓപ്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതലും 2-3 ദിവസം ഒക്കെയാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2-3 ദിവസം നമ്മൾ കീപ്പ് ഓൺ മോണിറ്ററിങ് ചെയ്യേണ്ടവരില്ലേ? ചെയ്യണതാണ് നല്ലത്. GTT വേണമെങ്കിൽ വെക്കാം. പക്ഷെ GTT വെച്ചാൽ അടിച്ചോളണം നിർബന്ധമില്ല. മാർക്കറ്റ് സ്പീഡിൽ സ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിന് വാലിഡിറ്റി ഇല്ല. ഓക്കെ. അപ്പോൾ എപ്പോഴും നമുക്ക് ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്കിലോ അലേർട്ട് വെച്ചിട്ട് മാനുവലി എക്സിറ്റ് ചെയ്യണതാണ് നല്ലത്.
ഓക്കെ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇൻട്രാഡേ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർ. വലിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് വലിയ വിഷയമൊന്നുമല്ല. കാരണം ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കാതെ പോയാലും ഓപ്ഷൻ ബൈ ചെയ്താൽ ആ മാക്സിമം ലോസ് 13,000 ആണുള്ളൂല്ലോ. ഓക്കെ. അപ്പോൾ അതിന് പകരം ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് പകരമാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. ഹെഡ്ജ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ലോസ് എന്ന് പറയുന്നത് വളരെ പ്രീഡിറ്റർമിൻഡ് ആയിരിക്കും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ട്രേഡിൽ 1000 2000 രൂപയ്ക്ക് വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ നിലയ്ക്ക് ഒരു 3000 4000 രൂപയ്ക്കാണ് ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലിങ് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സെല്ലിങ് എങ്ങനെയാണ് ഇതിൽ നോക്കാന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ ബൈയിങ് ചെയ്താൽ ഉണ്ടാകുന്ന എഫക്റ്റ് അനലൈസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു സ്റ്റോക്ക് എടുക്കുക, 1000 രൂപയുടെ സ്റ്റോക്ക് എടുക്കുക, അതിൽ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. മിനിമം ഒരു 10-12 സിനാറിയോസ്, അതായത് 3 സിനാറിയോസ് പ്രൈസ് അവിടെ തന്നെ നിന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർജറ്റ് അടിച്ചാൽ, അപ്പോൾ ഏകദേശം സ്വിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3% 5% സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നാച്ചുറലായിട്ട് 1 അവർ ചാർട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് 3% മുതൽ 5% വരെയൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് വരിക. അപ്പോൾ ടാർജറ്റ് എന്ന് പറയുന്നത് 1:2 വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ഏകദേശം 3 ആണെങ്കിൽ 6, 5 ആണെങ്കിൽ 10, 4 ആണെങ്കിൽ 8 അല്ലേ, അതിൻ്റെ ഇരട്ടി ടാർജറ്റ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എത്ര ലോസ് വരും ക്യാപിറ്റൽ, അതുപോലെ പ്രൈസ് അവിടെ തന്നെ നിന്നാൽ എത്ര ലോസ് വരും, പ്രൈസ് നമ്മുടെ ടാർജറ്റിലേക്ക് എത്തിയാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള 3 സിനാറിയോ 4 ടൈം ഫ്രെയിമായിട്ട്, അതായത് ആ എടുക്കുന്ന ദിവസം തന്നെ പിറ്റേ ദിവസം ഒരു, ഇപ്പം ഇന്ന് ബുധനാഴ്ച ആണെങ്കിൽ അടുത്ത ബുധനാഴ്ച എൻഡ് ഓഫ് ദ ഡേ എക്സ്പയറി. അപ്പോൾ 4x3 16 സിനാറിയോസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അത് കോൾ സൈഡും പുട്ട് സൈഡും ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണ കിട്ടും ഓപ്ഷൻസിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്, എങ്ങനെയാണ് പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടാകുന്നത്, ഇവ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൺഡേ കാണാം. ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ. ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിബൊനാച്ചി ടൂൾസ് അസൈൻ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പോവാം. പിന്നെ ഒരു മിനിറ്റ്, ഇപ്പൊ പറയണ്ട, അടുത്ത ക്ലാസ്സിൽ സാർ എന്നാ പ്രീമിയത്തിന്റെ ചാർട്ട് ഒന്ന് പറഞ്ഞുതരണ്ട, വേരിയേഷൻസ് കോൾ ഓപ്ഷനെയും പുട്ട് ഓപ്ഷന്റെയും. പറഞ്ഞുതരാം. ഒന്ന് ഓർമ്മിക്കണേ. അപ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും പ്രീമിയത്തിൽ ഉണ്ടാവുന്ന എഫക്ട് അല്ലേ, ചാർട്ട്. അതുപോലെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി അതും ഒന്ന് അടുത്ത ക്ലാസ് പറഞ്ഞേ. ഓർമ്മിപ്പിക്കാം. ഒപ്റ്റിമൽ ട്രേഡ്. പിന്നെ ഷോർട്ട് കട്ട്സും. ഏതാണ് ഷോർട്ട് കട്ട്സ്? ട്രേഡിംഗ് വ്യൂവില് സർ യൂസ് ചെയ്യുന്ന കുറെ ഷോർട്ട് കട്ട്സ് ഇല്ല, എന്തോ ഫോൾഡർ ആക്കുന്നതും. ഷുവർ. ഓക്കെ. പെട്ടെന്ന് ഇതാക്കാം. ടാക്സിന്റെ ഒരു ക്ലാസ് കൂടെ നമുക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വരുന്ന ടാക്സുകളെ കുറിച്ചൊക്കെ ഒരു ഒന്ന് ഓർമ്മിച്ചേക്കണം അടുത്ത ദിവസം. ലൈവ് ട്രേഡിംഗ് എടുക്കുമോ? ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബൈങ്ങിന് ഈ ഒരു ടൈമിൽ എനിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഫ്ലോറിൽ ക്ലാസ് ഉണ്ട് വേറെ. അപ്പോൾ നമ്മുടെ ഈ ഒരു മോർണിംഗ് ടൈം എൻഗേജ്ഡ് ആണ്, അതുകൊണ്ട് സെല്ലാണ് ചെയ്യുന്നത്, ഓപ്ഷൻ സെല്ലിംഗ്. അല്ല, അപ്പോൾ നമുക്കിപ്പോൾ വിഷ്ണുവിന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ? ഏത് ഓപ്ഷൻ ബൈയിങ്? ഓപ്ഷൻ ബൈയിങ് 2 ക്ലാസ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇത് ഓപ്ഷന്റെ ബേസിക് ലൈവ്, വിഷ്ണുവിന്റെ അഡ്വാൻസ് ലൈവ്, അതല്ലാതെ ഇവിടെ ഫ്ലോറിൽ വേറൊരു ലൈവ് നടക്കുന്നുണ്ട്, അങ്കമാലിയിൽ ഡയറക്റ്റ് ഫ്ലോറിൽ. ഞാൻ ചോദിച്ചത് ഇപ്പൊ വിഷ്ണു എടുക്കുന്ന പോലെ സാറ് ചെയ്യിപ്പിക്കില്ലേന്ന്. വിഷ്ണു എടുക്കുന്നത് എനിക്ക് തോന്നുന്നു സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഞാനിവിടെ എടുക്കുന്നത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങൾ രണ്ടും പഠിച്ചിരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ലൈവിൽ ഇരുത്തി ചെയ്യിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ, ഏതൊക്കെ പോയിന്റിൽ വന്നാലാണ് ബൈ ചെയ്യേണ്ടത് സെല് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അവിടെ എത്തുമ്പോൾ നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതില്ല, ഇത് നമുക്ക് ബേസിക് ലൈവ് ആണ്. ബേസിക് ലൈവില് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക, അനാലിസിസ് മാത്രമേ അവിടുന്ന് തരുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയറിംഗിന് വേണ്ടിയിട്ടും പുതിയ പുതിയ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് ലൈവ്. അപ്പൊ നിങ്ങൾ പക്ഷേ വിഷ്ണുവിന്റെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണല്ലോ. സാറിന്റെ തന്നെ അതിനാണ് അഡ്വാൻസ്ഡ് ക്ലാസ് വേറൊരു പേരിൽ വെച്ചേക്കുന്നത് നമ്മള്.
അപ്പോൾ നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഓപ്ഷന്റെ ബേസിക്കും സെൻസിബിളും ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം തറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ക്ലാസ്സിൽ പോയിരുന്നിട്ട് അതിൽ ട്രേഡ് ചെയ്യാം. വിഷ്ണു എടുക്കുന്ന ട്രേഡുകൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാം. ഇല്ല, ഇത് നമ്മൾ അതുകൊണ്ടാണ് ഈ 2 ക്ലാസ് ആയിട്ട് വെച്ചേക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് തരുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കാം. ഇത് കൂടുതലായിട്ടും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ വെച്ചേക്കുന്നത്. വിഷ്ണുവിന്റെ ക്ലാസ് എൻറ്റയർലി ഫോക്കസിംഗ് ഓൺ ലൈവ് ട്രേഡിംഗ്. നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ട്രേഡിംഗ് ചെയ്ത് അത് ശരിയായിട്ടില്ല സാർ. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് കാണാം അടുത്ത ക്ലാസ്. ഓക്കെ, അത് നമ്മൾ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9:30 മുതൽ 10:30 10:45 വരെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ എപ്പോഴാണ് നമുക്ക് ട്രേഡ് കിട്ടാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു പുട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യം ഒരു സിനാറിയോ മീറ്റ് ചെയ്തിട്ടില്ല അല്ലെ. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ആണ് ഞാനവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനൊപ്പം ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ അത് വരച്ചിട്ടിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ള അടുത്ത ക്ലാസ്സുകൾ നമുക്ക് കാണാം. സാർ ഞാൻ അതാ ചോദിച്ചത്, നമ്മളുടെ കൂടെ ഇരുന്നിട്ട് 1-2 പ്രാവശ്യം ട്രെയിൻ എടുക്കില്ലേ? അപ്പൊ ഈ ഒരു ക്ലാസ്സുകളിൽ നിബന്ധനയുണ്ട്. അതായത് മാക്സിമം നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു നിബന്ധനയുണ്ട്. കാരണം നിങ്ങളിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ 1991 ബാച്ച്. അപ്പൊ ആദ്യത്തെ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട് പേജ് ആപ്പ്. അതെ, അത് നമുക്ക് വെബില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മളിവിടെ വരച്ചിടുന്ന ട്രേഡുകൾ പുട്ട് ഓപ്ഷൻ ആണോ കോൾ ഓപ്ഷൻ ആണോ എന്നുള്ളത് ATM-ൽ അതിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം നമ്മളിത് ഫസ്റ്റ് സ്റ്റോക്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ നിന്ന് കാണിച്ചു തരും. അതിന് പകരം നിങ്ങൾ ഫ്രണ്ട് പേജിൽ അതേ കോൾ ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ സെർച്ച് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, വെബിൽ കാണിക്കാൻ പറ്റില്ല. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഫ്രണ്ട് പേജ് ആപ്പിൽ നമുക്ക് എക്സിറ്റ് ആവേണ്ടതും എടുക്കുന്നത് അറിയാം. എക്സിറ്റ് ആവണത് എവിടെയാണെന്ന് കിട്ടുന്നില്ല ഇതിനെ നോക്കിയിട്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ അടുത്ത ക്ലാസ്സിലെ? ഫ്രണ്ട് പേജ് ആപ്പിൽ എക്സിറ്റ് ആവുന്നത് അല്ലേ? പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഫ്ലോറിൽ വന്നിട്ട് ചെയ്യാനുള്ള ഇതുണ്ടോ? എനിക്കത് അറിയില്ല. നിങ്ങളത് ടീം കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കണം. എനിക്ക് തോന്നുന്നു ഫോറിലെ ലൈവ് ക്ലാസ് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. ബാച്ചുകളൊക്കെ ഡിഫറെന്റ് ആണ്. ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലേ? അതെ, ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഫ്ലോറിൽ വന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഗൈഡൻസ് കിട്ടാനുള്ള ഉണ്ടായിരിക്കും ഷുവറായിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും കോർഡിനേറ്റ്സ് ആയിട്ട് സംസാരിച്ചാൽ മതി ഏത് ബാച്ച് ആണെന്നുള്ളതേ. അപ്പൊ ഇപ്പൊ ഫ്ലോറിൽ അവനോട് ചോദിച്ചപ്പോ ഇല്ലെന്നാ പറഞ്ഞേ. ഇല്ലെന്നാണോ പറഞ്ഞേ? എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനും ഓഫ്ലൈനും രണ്ടും ഡിഫറെന്റ് ആണ് പേയ്മെന്റും കാര്യങ്ങളെല്ലാം തോന്നുന്നു. അപ്പൊ ഇവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സും നടക്കുന്നുണ്ട്, അകലേന്ന് വന്ന് താമസിച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ട്. അപ്പൊ അത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദിച്ചു നോക്കാമോ? കുറച്ച് ഡേയ്സിലോട്ടെങ്കിലും നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അവിടെ വന്നിട്ട് നിങ്ങൾ സിനിമാമിനോട് ജസ്റ്റ് ചോദിക്കുക എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ ചോദിച്ചിരുന്നു. ഓക്കെ, ഞാനൊന്ന് സംസാരിച്ചിട്ട് പറയാം. ഞാനൊന്ന് ചോദിക്കട്ടെ. അമൃത അല്ലെ, ഏത് ബാച്ച് ആയിരുന്നു? 90 ബാച്ച്. ഓക്കെ, ഞാൻ എന്തായാലും സിനിമാമിനോട് ചോദിച്ചിട്ട് പറയാം ഫ്ലോറിന്റെ കാര്യം. ശരി. ഇതിന്റെ റെക്കോർഡിംഗ് ഇല്ലേ? ഇതിന്റെ റെക്കോർഡിംഗ് ഇടാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം ലിങ്ക് അയച്ചാൽ. ഓക്കെ.